ദൈവസന്നദ്ധിയിലാണോ നീ നിൽക്കുന്നത്, നീ തോക്കിയല്ല. ആമേൻ. ഇവിടുന്ന് മാറി വേറെ എവിടെയാ നിൽക്കുന്നെങ്കിൽ എനിക്കറിയത്തില്ല. നിൽക്കുന്നതും ജീവിക്കുന്നതും ദൈവത്തിന്റെ സന്നദ്ധിയിലാണെങ്കിൽ തോപ്പിക്കുമെന്ന് പറഞ്ഞവൻ കല്ലിട്ടേച്ച് പോവും. അവൻ അടുത്തിട്ട് പോവും, അവന്റെ കയ്യിൽ നിന്ന് ആ കല്ല് പോവും, അവന്റെ കയ്യിൽ ഇരിക്കത്തില്ല. കാരണം ഈ നിൽക്കുന്നയാള് വലിയ പുള്ളിയായോണ്ടല്ല, അവൻ നിൽക്കുന്നത് ജീവിക്കുന്ന ദൈവത്തിലാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ധാരാളം ആളുകൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ഈ നല്ല സ്ഥലത്തുണ്ട്. നമുക്ക് ദൈവത്തോട് നന്ദി പറയാനുള്ള ഒരുപാട് കാര്യങ്ങളും ജീവിതത്തിലുണ്ട്. ഇത്രയും ആളുകൾ ഈ സ്ഥലത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് തന്നെ ദൈവത്തിന് നന്ദി പറയാനുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്ന ചില കാര്യങ്ങൾ നാളുകളിൽ നിങ്ങൾക്കതൊരു അത്ഭുതമായി മാറും. അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. ഞാൻ ജീവിതത്തിൽ മനസ്സിലാക്കിയ ഒരു സത്യം പറയുകയാണ്. പ്രാർത്ഥനയോടെ ദൈവകരങ്ങളിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ ഉയർത്തിയ കരങ്ങളാണ് പിന്നീട് വിജയത്തിൻ്റെ കഥ പറഞ്ഞിട്ടുള്ളത്. പ്രാർത്ഥനയോടെ ദൈവകരങ്ങളിൽ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിയ കരങ്ങൾ, അത് നാളുകളിൽ ഒരു വിജയത്തിൻ്റെ ഭാഗമാണ്. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വചനം ഒന്ന് വേഗത്തിൽ ആദ്യം വായിച്ചു കേൾക്കുകയാണ്. ആമോസ് പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഇത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിരുന്നെങ്കിൽ ഈ വചനം നിങ്ങളോട് സംസാരിക്കുന്നൊരു വാക്കാണ്. അന്ന് ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ ഞാൻ ഉയർത്തും. അന്ന് ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ ഞാൻ ഉയർത്തും. അപ്പോൾ ദാവീദിൻ്റെ കൂടാരത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നതാ? വീണുപോയ അവസ്ഥയാണ്. ആ വാക്യം ശ്രദ്ധിക്കാമോ? അന്ന് ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ. അപ്പോൾ വീണുപോയതാണ്, വീണുപോയ സാഹചര്യമാണ്. ഞാൻ ഇന്നലെയും ഇന്നും ഒക്കെ കുറേ പേരെ കണ്ടു. അവരും പറഞ്ഞു തന്ന സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ വചനം പോലെയാണ്. വീണുപോയ സാഹചര്യമാണ്, തകർന്നു പോയ സാഹചര്യമാണ്. വീണുപോയതിനെ റിപ്പയർ ചെയ്യുന്നാണോ ഉയർത്തുന്നാണോ? ഒന്നുകൂടെ വായിക്കാമോ? അന്ന് ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ ഞാൻ ഉയർത്തും. ആമേൻ. ഇവിടെ നിങ്ങൾ ഏതെങ്കിലും വ്യക്തികൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യം അനുഭവിക്കുന്നോ? വീണുപോയതുപോലെ. ഇനി ഒരു ഭാവി എനിക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നില്ല, എനിക്കങ്ങോട്ട് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഒന്ന് രക്ഷപ്പെടുന്ന കാര്യം. പക്ഷെ ബൈബിൾ പറയുന്നു, ഇന്ന് വീണുപോയ സിറ്റുവേഷൻ ആണേലും ദൈവം ആ വീണ കൂടാരത്തെ വീണ്ടും അനുഗ്രഹിച്ചുയർത്തും. ആമേൻ. അടുത്ത വാക്യമാണ്, കേടുപാടുകൾ തീർത്ത് വീണ്ടും അതിനെ പഴയ കാലത്തെന്ന പോലെ പണിത് ഉയർത്തും. ഒന്നും കൂടെ ആ വാക്യം ശ്രദ്ധിച്ച് കേൾക്കാമോ? ഏറ്റവും പുറകിലുള്ളവർ, സൈഡിലുള്ളവർ ഒന്നും കൂടെ കേട്ടെ. അന്ന് അതിൻ്റെ കേടുപാടുകൾ തീർക്കും. ആര്? ദൈവസന്നിധിയിൽ ഏൽപ്പിക്കപ്പെട്ടൊരു വിഷയമാണോ? അതിൻ്റെ കേടുപാടുകൾ ദൈവം പരിഹരിക്കാൻ തുടങ്ങും. നിങ്ങൾ കുടുംബമായി ജീവിക്കുന്നവരുണ്ട്. നിങ്ങൾ പറയും, എൻ്റെ കുടുംബത്തിൽ ഒരുപാട് കേടുപാടുകളുണ്ട്. നമ്മൾ പറയും, എൻ്റെ കുടുംബത്തിൽ സമാധാനം ഇല്ല. മക്കൾ ചിലപ്പോൾ പറയും, എൻ്റെ പപ്പായും അമ്മയും തമ്മിൽ എന്നും വഴക്കാണല്ലോ. ചിലപ്പോൾ ഭാര്യ പറയും, എനിക്ക് ഈ ഭർത്താവിനെ അങ്ങ് സ്നേഹിക്കാൻ പറ്റുന്നില്ലല്ലോ. അതെല്ലാം ഓരോ കേടുപാടുകളാണ്. ചിലപ്പോൾ മാതാപിതാക്കൾ ചിന്തിക്കും, എൻ്റെ മക്കൾ തമ്മിൽ ഒരു ഐക്യമില്ലല്ലോ, ഇവർ തമ്മിൽ എന്നും വഴക്കാണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമില്ലല്ലോ, പരസ്പരം ഒന്നും നല്ല വർത്താനം പറയുന്നില്ലല്ലോ. ബൈബിൾ പറയുന്നു, കേടുപാടുകൾ തീർത്ത് വീണ്ടും അതിനെ
പഴയ കാലത്തെന്ന പോലെ പണിതുയർത്തും. അപ്പൊ പഴയ ഒരു നല്ല കാലം ഉണ്ടായിരുന്നു, ഇപ്പൊ വീണുപോയി. പക്ഷെ വീണ്ടും ദൈവം അതിൻ്റെ കേടുപാടുകൾ തീർത്ത് അതിനെ പണിതുയർത്താൻ തുടങ്ങും എന്ന് വിശ്വസിക്കുക. ഈ വചനം എൻ്റെ ജീവിതത്തെ നോക്കിയിട്ടാണ് പറയുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് ഒരാൾ, നമ്മുടെ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരാൾ വന്നിട്ട് പറയുവാണ്, പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാൻ ഒരാളുടെ വീട്ടിൽ പോയപ്പം ആ വ്യക്തിയുടെ വീടിരിക്കുന്നത് കക്കൂസുകുഴിയുടെ മുകളിലാണ്. വേറെ സ്ഥലമില്ല, ഒരു കക്കൂസുകുഴിയുണ്ട്, അത് സ്ലാബ് ഇട്ട് അതിൻ്റെ മുകളിലാണ് ആ വീട് താമസിക്കുന്നത്. ഒരു വീടുണ്ട്, ഒറ്റ മുറിയുള്ളൂ ആ വീടിന്, ഒറ്റ മുറിയുള്ളൂ. അത് പറഞ്ഞിട്ട് ആ മനുഷ്യൻ ഇവിടെ നിന്ന് കരയുക. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ മനുഷ്യനെ ഓർത്തൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. അടുത്ത വർഷമാകുമ്പോൾ അയാൾക്കൊരു നല്ല വീട് കിട്ടിയെന്ന് കേൾക്കാനിടയാകണം. അവരിവിടെ വരുന്നവരൊന്നുമല്ല, ഞാൻ യാദൃശ്ചികമായി പോയതാണ്. നമ്മളൊക്കെ വാടകയ്ക്കാണല്ലോ ഒരു വീട്ടിൽ താമസിക്കുന്നവരാ. നമ്മളാരും ടോയ്ലറ്റിൻ്റെ മുകളിലല്ല, ക്ലോസറ്റ് അല്ല, കക്കൂസുകുഴിയുടെ മുകളിലല്ല വീട് വച്ചിരിക്കുന്നത്. അത്രയും വിഷമിക്കുന്നവർ ഇന്നും ഉണ്ട് ഈ ലോകത്ത്. സങ്കടപ്പെടുന്നവർ ഇന്നൊരു വീടില്ലാത്തതിൻ്റെ പേരിൽ, സാഹചര്യം അനുകൂലം അല്ലാത്തതിൻ്റെ പേരിൽ വിഷമിക്കുന്നവരുണ്ട്. ഞാൻ എൻ്റെ മനസ്സിൽ ഈ വർഷം അങ്ങ് തീരാൻ പോയപ്പം എൻ്റെ മനസ്സിൽ വന്നൊരാശയം, ഒരു കാര്യം ഇങ്ങനെയാണ്. 2025 1-ാം തീയതി തൊട്ട് ആ 3 ദിവസം 2025 3 നല്ല കാര്യങ്ങൾ, അനുഗ്രഹമുള്ള 3 കാര്യങ്ങൾ, സന്തോഷമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ വീട്ടിൽ നടക്കണം. അതൊരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് തോന്നി. 2025 അതിൻ്റെ ആദ്യ 1-ാം തീയതി തന്നെ ഈ 2025 തീരുമ്പം 3 കാര്യങ്ങളിൽ ദൈവം എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു എന്ന് പറയാൻ ഇടയാകത്തക്ക വിധം എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ഉയർത്തിയ കരങ്ങൾക്ക് ഒരു വിജയത്തിൻ്റെ കഥ പറയാനുണ്ട്. ആമേൻ. ഞാൻ എൻ്റെ ജീവിതത്തിൽ മനസ്സിലായ ഒരു കാര്യമുണ്ട്. എപ്പോഴൊക്കെയാണോ എനിക്ക് ജയിക്കണം, എനിക്ക് വലിയ ആളാകണം, എനിക്ക് ജയിക്കണം എന്ന് ഞാൻ ചിന്തിച്ചത്, അവിടെയൊക്കെ ഞാൻ തോറ്റുപോയിട്ടേ ഉള്ളൂ. പക്ഷെ എവിടെയൊക്കെയാണോ എന്നിലൂടെ ദൈവം ജയിക്കണമെന്ന് തീരുമാനിച്ചത്, ആഗ്രഹിച്ചത്, അവിടെയൊക്കെ ദൈവം എന്നെ ജയിപ്പിച്ചിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അറിവില്ലാത്ത സമയത്ത് ചിന്തിച്ചിട്ടുണ്ട്, എനിക്ക് ഉയരണം, എനിക്ക് വലിയ ആളായിട്ടിങ്ങനെ നടക്കണം എന്ന് ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ എപ്പോഴാണെന്നറിയാമോ ദൈവം എന്നെ ഉയർത്തിയത്? എപ്പോഴൊക്കെയാണോ ദൈവത്തെ ഉയർത്താൻ തുടങ്ങിയത്, അപ്പോഴൊക്കെയാ ദൈവം നമ്മളെയും ഉയർത്തുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളെപ്പോഴാണോ നമ്മൾ വലിയ ആളാണ്, വലിയ സംഭവമാണ്, വലിയ പുള്ളിയാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്, അപ്പോഴൊക്കെ നമുക്ക് വിജയത്തിന് പകരം തോൽവിയാണ്. എന്നാൽ എപ്പോഴൊക്കെയാണോ ദൈവം ജയിക്കണം, ദൈവത്തിൻ്റെ നാമം ഉയരണം, ദൈവനാമം മഹത്വപ്പെടണമെന്ന് ചിന്തിക്കുന്നത്, അവിടെയൊക്കെ നിങ്ങളുടെയും ജീവിതം ഉയരാനും അനുഗ്രഹിക്കപ്പെടാനും ഇടവന്നിരിക്കും. ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ഉറക്കിയൊന്ന് പറയാമോ? ഹല്ലേലൂയ. 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 നിങ്ങൾ ദൈവസന്നിധിയിൽ ചിലവഴിക്കുന്ന ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവാകട്ടെ. ആമേൻ. വിശ്വസിക്കുന്നു. ദൈവസന്നിധിയിൽ ചിലവഴിക്കുന്ന സമയമാണ് നാളുകളിൽ നിങ്ങളുടെ വഴിത്തിരിവ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കോ. സ്വന്തം ബുദ്ധി കൊണ്ടെടുത്ത പല തീരുമാനവും പിന്നീട് തോറ്റുപോയി. നമ്മൾ 1000 വട്ടം ചിന്തിക്കുക, അത് വേണ്ടായിരുന്നു, 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 പക്ഷെ സമയം കഴിഞ്ഞുപോയി. അന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചെടുത്ത തീരുമാനമായിരുന്നെങ്കിൽ അത് സങ്കടപ്പെടേണ്ടി വരത്തില്ലായിരുന്നു. ഒരു പരിധി വരെ എല്ലാ കാര്യത്തിലും അങ്ങനെ ഒരു കാര്യമുണ്ട്. നിങ്ങളും പ്രാർത്ഥിക്കുക. അന്ന് ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ ദൈവം വീണ്ടും ഉയർത്തും. ആമേൻ. അതിനെങ്ങനെയൊക്കെ മാറ്റും? അതിൻ്റെ എല്ലാ കേടുപാടും മാറ്റി പഴയ കാലത്തെന്ന പോലെ പണിത് ഉയർത്തപ്പെടും. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം ഇന്ന് എത്ര കേടുപാടുള്ള അവസ്ഥയിലാണേലും, ഇന്നെത്ര വീണുപോയ നിലയിലാണേലും, ആ അവസ്ഥയിൽ നിന്ന് നീ വിടുവിക്കപ്പെടുമെന്നും നാളുകളിൽ ഒരു അനുഗ്രഹമുള്ള അവസ്ഥയിലേക്ക് കാലെടുത്തു വെച്ച് കയറി വരുമെന്നും
ദൈവവചനം ഉറപ്പിച്ചു പറയുക. ആമേൻ. കണ്ണുകളെ അടച്ച് അങ്ങനെയെങ്കിൽ ഈ വചനം പോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാമോ? എൻ്റെ കുടുംബത്തിനും ഇത് സംഭവിക്കണം. എനിക്കൊരു നല്ല ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ ഇടവരണം. എനിക്കൊരു പുതിയ തുടക്കം ഇവിടെ ഉണ്ടാകണം. ഇന്ന് കേൾക്കുന്ന വചനം എൻ്റെ വഴിത്തിരിവിന് കാരണമാകണം. എൻ്റെ അനുഗ്രഹത്തിനത് കാരണമാകണം. എൻ്റെ തലമുറയുടെ നന്മയ്ക്കത് കാരണമാകണം. എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ നന്മയ്ക്കത് കാരണമാകണം. എൻ്റെ കുടുംബ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് ഇത് കാരണമാകണം. ഒന്ന് കരങ്ങളെ ഉയർത്തി ഒരു നിമിഷം എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ശബ്ദമുയർത്തി, ശബ്ദമുയർത്തി, ശബ്ദമുയർത്തി. ജീസസ്, ജീസസ്. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങ് പണിതുയർത്തണമേ. എൻ്റെ ജീവിതത്തെ അങ്ങ് ഉയർത്തണമേ. എൻ്റെ ജീവിതത്തെ അങ്ങ് ഉയർത്തണമേ. എൻ്റെ സാഹചര്യങ്ങൾ മാറണമേ. എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരണമേ. എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലൊരു വചനം ഒരിക്കൽ കൂടി ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുവാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതലുള്ള വാക്യമാണ്. ഇതൊന്ന് ശ്രദ്ധിച്ച് കേട്ട് ഈ വർഷത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച കേൾക്കുന്ന ഒരു വചനമാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 1-ാമത്തെ വാക്യം തൊട്ട് വായിക്കുവാണ്. എൻ്റെ ഹെഡിങ് ആദ്യം ഒന്ന് വായിക്കുക. പിടിക്കപ്പെട്ട വ്യഭിചാരിണി. ഒരു നല്ല ആളെ കുറിച്ചല്ല എഴുതിയിരിക്കുന്നത്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മോശം സ്ത്രീ, കൊള്ളൂല്ലാത്തൊരാൾ. നാട്ടിൽ വിലയില്ല, പഞ്ചായത്ത് വിലയില്ല, പള്ളി വിലയില്ല, ആർക്കും വേണ്ടാത്തൊരാൾ. പിടിക്കപ്പെട്ട വ്യഭിചാരിണി എന്ന അതിൻ്റെ ഹെഡിങ്. അത്രയും തകർന്ന ഒരാളെ ദൈവം ഉയർത്തിക്കൊണ്ട് വന്നതാണ് എഴുതിയിരിക്കുന്നത്. ഇനി എങ്ങനെ ആളുകളുടെ മുമ്പിൽ നോക്കും? എല്ലാവരാലും നാണം കെട്ടുപോയി. എങ്ങനെ ഒരു ആഘോഷത്തിന് ഒരാളുടെ വീട്ടിൽ പോകും? ഇനി തല ഉയർത്തി നടക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമാണോ? പിടിക്കപ്പെട്ട വ്യഭിചാരിണി, കൊള്ളൂലാത്തൊരാൾ. ആ വ്യക്തിക്ക് പോലും ഈ പുസ്തകത്തിനകത്തൊരു സ്ഥാനമുണ്ട്. ആമേൻ. ആർക്ക്? പള്ളിയിൽ ഒരുപാട് പൈസ കൊടുത്ത വലിയ പുള്ളിക്കല്ല സ്ഥാനം. കുറേ ഡൊണേഷനും കുറേ കാശും വാരി എറിഞ്ഞ ഒരാളുടെ പേരല്ല എഴുതിയിരിക്കുന്ന. ആർക്കും വേണ്ടെന്ന് നമുക്ക് തോന്നുന്ന, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട പാപിനിയായൊരു വ്യക്തിക്ക് പോലും ഈ പുസ്തകത്തിനകത്തൊരു സ്ഥാനമുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മനസ്സിൽ ഞാൻ പാപിയാണേലും ദൈവത്തിൻ്റെ മനസ്സിൽ എനിക്ക് സ്ഥാനമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് അവസ്ഥയിൽ വീണു പോയവരാണേലും നിരാശപ്പെട്ടേക്കരുത്. മനുഷ്യൻ തള്ളിക്കളഞ്ഞാലും ദൈവത്തിൻ്റെ മനസ്സിൽ നിന്ന് നിങ്ങളെ കളയത്തില്ല. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കുറച്ച് ചിന്തിക്കാനുണ്ട്. ഈ വാക്യം ഒരാളുടെ ജീവിതത്തെ, മുമ്പേ പറഞ്ഞ വാക്യമാ, വീണുപോയ വ്യക്തിയായത്, പിടിക്കപ്പെട്ട ഒരു വ്യഭിചാരിണിയാണ്. പക്ഷെ ദൈവം ആ വ്യക്തിക്ക് എത്ര നല്ലൊരു ജീവിതമാണ് കൊടുത്തതെന്ന് കണ്ടോ ബൈബിളിൽ? എന്തു തരത്തിൽ വീണുപോയ ആളാണേലും ദൈവം നിങ്ങളെ വീണ്ടും പണിതു. വിശ്വസിക്കുന്നത് ഒന്ന് വിശ്വസിച്ച് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരുപാട് പേരെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് പേർ പലതരത്തിൽ വീണ് തകർന്നു കിടക്കുവാണ്. നമുക്കറിയത്തില്ല പലരെയും. നമ്മളോട് വസ്ത്രവും മുഖവും ആഭരണവും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. പലരുടെയും മനസ്സ് നമുക്കറിയത്തില്ല. ഇവിടെ നിൽക്കുന്ന ഈ ഇന്നലകളിലൊക്കെ ഇവിടെ വന്നവർ എത്ര പേരാ ഈ മുറ്റത്ത്, എത്ര സ്ത്രീകളാണ് അവരുടെ ഷാള് കൊണ്ട് മുഖം മൂടി ഇരുന്ന് കരയുന്നത്. നമ്മൾ യാദൃശ്ചികമായി ശ്രദ്ധിക്കുമ്പോൾ അവരങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് ഒക്കെ ഇരുന്ന് കരയുന്നു. അവരാരാന്നറിയത്തില്ല, അവരെ കണ്ടിട്ടില്ല. അവരെന്തിനാണാവോ കരയുന്നത്? ഈ മുറ്റത്ത് വന്നിട്ട് എവിടെയൊക്കെയോ തകർന്നു പോയ, വീണുപോയ അനുഭവങ്ങളുമായിട്ടാണ് ഈ മുറ്റത്ത് കയറി നിൽക്കുന്നതെന്ന് എനിക്കറിയാം. ഇവിടെ നിൽക്കുന്ന നിങ്ങളുടെ ഉള്ളിലും മറ്റൊരാളോട് പറയാൻ പോലും പറ്റാത്ത വേദനകളുള്ളവരുണ്ട്. എല്ലാവരോടും നമ്മൾ വേദനകൾ പറയാറില്ല. ഞാനൊരു സ്ഥലത്ത് എഴുതി വച്ചിരിക്കുന്നത് കണ്ടു, എൻ്റെ വേദനകൾ കേൾക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ ഞാൻ നശിച്ചു പോകില്ലായിരുന്നു.
എന്താ അതിന് എഴുതി വെച്ചിരിക്കും, എൻ്റെ വേദന കേൾക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ. വേറൊരാൾ പറയുന്നത് ഞാൻ കേട്ടു, എൻ്റെ വേദന കേൾക്കാൻ ഒരാളുണ്ടായിരുന്നു, അതുകൊണ്ടാ ഞാൻ ജീവിതത്തിൽ പിടിച്ചു കയറി വന്നത്. ആമേൻ. എൻ്റെ വേദനകൾ കേൾക്കാൻ, എൻ്റെ വേദനകൾ കേൾക്കുന്നൊരു ദൈവ സാന്നിധ്യം ഇവിടെയുണ്ട്. അതാ ഇവിടെ കരയുന്നത്. ആമേൻ. എൻ്റെ വേദനകൾ കേൾക്കാൻ മനുഷ്യർ നിരന്നിരിപ്പില്ല, പക്ഷെ ദൈവം നിങ്ങളുടെ വേദനകൾ കേൾക്കാൻ ഇവിടെ വരുമ്പോൾ ഒരു ആശ്വാസം അനുഭവിക്കുന്നവരുണ്ട്. ഇവിടെ വരുന്നത് വരെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്ന് വന്ന് കയറാൻ നേരം വെളുത്ത് അവിടുന്ന് പോരാനൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ അനുഭവിക്കുന്ന ദൈവീകമായ ഒരു സമാധാനമുണ്ട്. എത്ര പേരുടെ ജീവിതങ്ങൾ ആ കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, എണ്ണയൊഴിക്കുമ്പോൾ ആ കൂട്ടത്തിൽ കരയുന്നവരുണ്ടെന്നറിയാമോ? കരഞ്ഞുകൊണ്ട് കുരിശിൽ എഴുതുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. കരഞ്ഞുകൊണ്ട് വേഗത്തിൽ കുരിശിൽ എന്തോ അവർ വിശ്വാസത്തിൽ എഴുതുവാണ്. എൻ്റെ വേദനകൾ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഏത് തകർന്നിടത്തു നിന്നും ദൈവം എന്നെയും നിങ്ങളെയും വീണ്ടും പഴയ കാലത്തെന്ന പോലെ പണിതുയർത്തും. ഈ ഒരു വചനം ഇതിനകത്തിരിക്കുന്ന ഒരാൾ മറക്കുകയല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇതേ അനുഭവമുള്ള ഒരാൾ ഇതിനകത്തിരിപ്പുണ്ട്. ആ വ്യക്തി എനിക്കറിയാം, ഇതിനകത്തിരിപ്പുണ്ട്. ഈ വ്യക്തി ഇന്ന് ഈ വചനം ഒരിക്കലും ഇവിടെ പറയുമെന്ന് വിചാരിച്ചില്ല. ആ വ്യക്തിയുടെ ഹൃദയത്തിനകത്ത് ആ പലകയിൽ ആ വചനം എഴുതി വച്ചിട്ടുണ്ട്. പഴയ കാലത്തെന്ന പോലെ വീണ്ടും കേടുപാടുകൾ മാറ്റി ദൈവം എന്നെ പണിതുയർത്തും. ആമേൻ. അതാണ് എൻ്റെ തെളിവാണിത്. ഒന്ന് വായിച്ചേ, 8-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ്. യേശു ഒലിവുമലയിലേക്ക് പോയി. യേശു ഒലിവുമലയിലേക്ക് പോയി. അതിരാവിലെ അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ശ്രദ്ധിച്ചോ? അതിരാവിലെ. നമ്മളിപ്പോ പറയില്ലേ അതിരാവിലെ എന്തിനാ എഴുന്നേക്കുന്നത്, അതിരാവിലെ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? യേശു അതിരാവിലെ പട്ടണത്തിൽ പോയി എന്നല്ല, അതിരാവിലെ എഴുന്നേറ്റ് ദേവാലയത്തിലേക്ക് വന്നു. അവൻ ദേവാലയത്തിൽ അതിരാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോയി, പ്രാർത്ഥിക്കാനായി പോയി. അവിടെ ചെന്നപ്പോൾ ജനങ്ങളെല്ലാം അവന്റെ അടുക്കലെത്തി. അപ്പോൾ ആ പള്ളിയിലോട്ടാ പോയത്. ആ പള്ളി നിറച്ച ആളുകൾ വന്നുകൂടി. അവൻ ഇരുന്ന് അവരെ പഠിപ്പിച്ചു. യേശു ഇതുപോലെ ക്ലാസ് എടുത്തു. അവിടെ വന്ന ജനത്തെ പഠിപ്പിച്ചു, പ്രസംഗിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പള്ളിക്കകമാണ് സിറ്റുവേഷൻ. അപ്പോൾ ഒരു സംഭവം നടക്കുക. 3-ാമത്തെ വാക്യം, ഒരു പേ പിടിച്ച ഒരു നായെ മനുഷ്യൻ ഓടിച്ചിട്ട് തല്ലിക്കൊല്ലാറുണ്ട്. പേ പിടിച്ച മൃഗത്തെ മനുഷ്യൻ വടികൊണ്ട് ഓടിച്ചിട്ട് തല്ലിക്കൊല്ലും. അതുപോലൊരു മനുഷ്യനെ ആളുകൾ ഓടിച്ചു പകല്. അതാ അടുത്ത വാക്യം. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും ഫരിസേയരും കൂടെ അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി. അതൊരു ഭയങ്കര വാക്കാണ്. ഇതേ സ്ഥാനമാണ്, ഇതേ അവസ്ഥ നമുക്കാർക്കെങ്കിലും വന്നാൽ നമ്മൾ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും. ഈ സംഭവം എഴുതിയിരിക്കുന്നത് വായിച്ചു പോകാൻ എളുപ്പമാ. ഒരു സ്ത്രീയെ കുറെ ആണുങ്ങൾ, അതും നാട്ടിലെ വലിയ പുള്ളികളായ ആളുകൾ, നിയമജ്ഞരും ഫരിസേയരും നേതാക്കന്മാരാണ്, ഒരു സ്ത്രീയെ റോട്ടിൽ കൂടി ഓടിച്ചുകൊണ്ട് പോവാണ്. കല്ലുമെടുത്ത് അവരുടെ കയ്യിലെല്ലാം കല്ലിരിപ്പുണ്ട്. ഈ സ്ത്രീ ജീവനും കൊണ്ട് ഓടി ഈ പള്ളിക്കകത്ത് കയറുന്നു. നിങ്ങൾ ഓർത്തു, നമ്മൾ ഇതുപോലെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഒരു സ്ത്രീയെ നാട്ടുകാർ ഓടിച്ച് ഇതിനകത്തോട്ട് കയറ്റിയാലുള്ള അവസ്ഥ എന്തായിരിക്കും? നമ്മൾ എങ്ങനെ ചിന്തിക്കും? ആ വ്യക്തിയുടെ അവസ്ഥ എന്താണ്? ഇതെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കൊരു സങ്കടം തോന്നും. ഒരു സ്ത്രീയെ, ആരുമാകട്ടെ, ആ സ്ത്രീയെ നിയമജ്ഞരും ഫരിസേയരും ഓടിച്ചിട്ട് എവിടെ കയറ്റി? പള്ളിക്കകത്തേക്ക് കയറ്റി നടുക്ക് കൊണ്ടുപോയി അവിടെ നിർത്തിച്ചു. പക്ഷെ ഇതിനകത്തൊരു സന്തോഷമുള്ളൊരു കാര്യമുണ്ട്. എന്തൊക്കെയാന്ന് പറഞ്ഞാലും എവിടെയാ നിർത്തിയത്? യേശുവിൻ്റെ മുമ്പിലാണ്. ആമേൻ. അതൊരു നല്ല കാര്യമാണ്, ഞാൻ വിശ്വസിക്കുവാണ്. വേറെ എവിടെയെങ്കിലും പട്ടണത്തിലെ പഞ്ചായത്തിൻ്റെ അടുത്തല്ല കൊണ്ട് നിർത്തിയത്. നമ്മളെ ചില പ്രതിസന്ധികൾ കൊണ്ടുചെന്നെത്തിച്ചത് ദൈവത്തിലാണെങ്കിൽ ആമേൻ, അവിടം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് മറക്കരുത്. ആമേൻ. നമ്മളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നു, ജീവിക്കാൻ സമ്മതിക്കുകയല്ല ചിലര്. ചില ആളുകൾ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കുകയല്ല. വേട്ടക്കാരനെ പോലെ ചിലരുടെ മനസ്സ്. എതിലെ പോയാലും അടിക്കും, എങ്ങനെ പോയാലും ഉപദ്രവിക്കും. വാക്കുകൊണ്ട്, നാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്
ഇല്ലാത്തത് ഉള്ളതെല്ലാം പറഞ്ഞ് നമ്മളെ ജീവിക്കാൻ സമ്മതിക്കുകയില്ല. ഈ സ്ത്രീയും ഇന്ന് ആ അവസ്ഥയിലാണ്. എന്നെ ജീവിക്കാൻ പോലും അനുവദിക്കുകയില്ല. പക്ഷേ ഇന്ന് നിൽക്കുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ മുമ്പിലാണ്. ആമേൻ. നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉള്ളവരായിരിക്കാം. അതെല്ലാം നിങ്ങളെ ഇന്ന് എത്തിച്ചത് ദൈവസന്നിധിയിലാണെങ്കിൽ ഇത് നിങ്ങളുടെ രണ്ടാം ജന്മമാണത്. വീണ്ടും ജീവിതം ആരംഭിക്കുക. പഴയകാലത്തെന്ന പോലെ ദൈവം നിന്റെ ജീവിതത്തെ വീണ്ടും പണിതുയർത്താൻ തുടങ്ങും. ആമേൻ. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി പറയാമോ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പക്ഷേ എൻ്റെ കുടുംബത്തിലുള്ള ചിലരായിരിക്കും എന്നെ ഇവിടെ എത്തിച്ചത്. ചിലപ്പോൾ എന്നെ വിമർശിച്ചു, എനിക്കെതിരെ കേസ് കൊടുത്തു, എനിക്ക് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, എൻ്റെ കല്യാണം മുടക്കുന്നു, എൻ്റെ സ്ഥലം വയ്ക്കാൻ സമ്മതിക്കുന്നില്ല, ഞാൻ കടബാധ്യതയിലാണ്. ഇതെല്ലാം നമ്മളെ ഇന്ന് എത്തിച്ചത് യേശുവിൻ്റെ സന്നിധിയിലാണെങ്കിൽ ആ പ്രശ്നങ്ങൾ നിന്റെ നന്മയ്ക്കായിട്ട്. ബൈബിളിൽ ഒരു വാക്കുണ്ട്, മനുഷ്യർ നിനക്ക് തിന്മ ചെയ്തെങ്കിലും ദൈവം നിനക്കത് നന്മയാക്കി മാറ്റും. അത് ദൈവത്തിൽ നിൽക്കുന്നവന്റെ പ്രത്യേകതയാ. അവൻ ചെയ്തത് മുഴുവൻ ദുഷ്ടത്തരമാണ്, എന്നെ ജീവിക്കാൻ സമ്മതിക്കുകയല്ല. പക്ഷെ ഞാൻ ദൈവസന്നിധിയിലാണ് നിൽക്കുന്നതെങ്കിൽ അവർ ചെയ്ത തിന്മ പോലും എനിക്ക് നന്മയായിട്ട് മാറും. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ആ കരം ഉയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. അവർ അവനോട് പറഞ്ഞു, ഗുരു, ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. ആ പള്ളിക്കകത്ത് കുറെ ആൾക്കാർ ഇരിപ്പുണ്ട്. അപ്പോൾ ഒരുത്തൻ പ്രസംഗിക്കുവാണ്, ഗുരു, ദേ ഒരു സ്ത്രീയെ നീ കണ്ടോ? ഈ പുള്ളിക്കാരത്തി ശരിയല്ല, വളരെ ഫ്രോഡാണ്, മോശമാണ്. ഈ പുള്ളിക്കാരത്തെ കൊണ്ട് നാട്ടുകാർ മടുത്തു. ഒരാളെ നോക്കിയാ പറയുന്നത്. ഒരു മനുഷ്യൻ അവിടെ, ആ സ്ത്രീ അവിടെ നിന്ന് നീറിപ്പോകുകയാണ്. അടുത്ത വാക്യമുണ്ട്. അടുത്ത വാക്യം, ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്. നീ എന്തു പറയുന്നു? ഇത് 7-ാമത്തെ വാക്യം. അവർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. ഒരു വാക്യം ശ്രദ്ധിച്ചോ? യേശു പറഞ്ഞു, നിങ്ങൾ പാപമില്ലാത്തവൻ എന്ത് ചെയ്തു? ആദ്യം അവളെ കല്ലെടുത്ത് നിങ്ങൾ എറിഞ്ഞു. പക്ഷെ അടുത്ത വാക്യം അത്ഭുതമാണ്. അവൻ വീണ്ടും കുനിഞ്ഞ് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. ഈ വാക്യം 9-ാമത്തെ വാക്യം ഒന്നും കൂടെ ഉറക്കെ വായിച്ച് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. 9-ാമത്തെ വാക്യമേ. എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി, വലിയവന്മാര് തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. ഓരോ പ്രശ്നങ്ങൾ മാറാൻ തുടങ്ങി. ഓരോ പ്രശ്നങ്ങൾ എവിടെ നിൽക്കാൻ തുടങ്ങിയപ്പോ? യേശുവിൻ്റെ അടുത്ത് നിൽക്കാൻ തുടങ്ങിയപ്പോൾ അന്നു വരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഓരോന്നും മാറാൻ തുടങ്ങി. ഇത് നിങ്ങളോടും എന്നോടും കൂടെയാ. ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ എൻ്റെ പ്രശ്നങ്ങളുടെ എണ്ണം വർദ്ധിക്കാനല്ല പോകുന്നത്, ഓരോന്നോരോന്നായി മാറാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കാമോ? ഈ സ്ത്രീ ഇപ്പോൾ നിൽക്കുന്നത് യേശുവിൻ്റെ മുമ്പിലാണ്. ജീവിക്കാൻ അനുവദിക്കാത്ത സാഹചര്യമാ ചുറ്റിലും. യേശുവിൻ്റെ സന്നിധിയിൽ നിന്ന് കാണുന്നൊരു കാഴ്ചയാണ്. ഓരോരുത്തർ സ്ഥലം വിട്ടു, ഓരോരുത്തർ തിരിഞ്ഞു പോകാൻ തുടങ്ങി. എന്തായിരുന്നു അവർ പറഞ്ഞത്? ഇവിടെ കല്ലെറിഞ്ഞു കൊല്ലണം, ജീവിക്കുക, എന്തു വലിയ പ്രശ്നമായിക്കൊള്ളട്ടെ, ഇപ്പോൾ ജീവിതം അവസാനിച്ചു പോകുമോ എന്ന് പോലും ചിന്തിക്കുന്ന സാഹചര്യമാകട്ടെ, നിൽക്കുന്നത് ജീവനുള്ള ദൈവത്തിന്റെ മുമ്പിലാണെങ്കിൽ ഒരു വാക്ക് ദൈവനാമത്തിൽ ഉറക്കെ പറയുവാണ്, എന്റെ പ്രശ്നങ്ങൾ ഓരോന്നായി കുറഞ്ഞുകൊണ്ടിരിക്കും. ഓരോ രീതിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ പറഞ്ഞത്. ഇപ്പൊ കൊല്ലും, മോശയുടെ നിയമം അങ്ങനാണ് ഇങ്ങനാണ്, വലിയ സംഭവമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ എല്ലാം ഓരോന്നോരോന്നായി പോകാൻ തുടങ്ങി. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരുപക്ഷെ നിങ്ങൾക്ക് 100 പ്രശ്നങ്ങൾ കാണും. നിങ്ങൾ ദൈവസന്നിധിയിൽ നിൽക്കാൻ തുടങ്ങുമ്പോൾ, ആരാധിക്കാൻ തുടങ്ങുമ്പോൾ ആ അവസ്ഥയിൽ ഓരോന്നോരോന്ന് മാറാൻ തുടങ്ങും. എത്ര പേര് അങ്ങനെ ജീവിച്ചിരിക്കുന്നതെന്ന് അറിയാമോ? ഞാൻ പല സ്ഥലത്ത് ഒരു സ്ഥലത്ത് ഒരു കാര്യത്തിന് വേണ്ടി ചെന്നപ്പോൾ ആ വലിയ സ്ഥാനത്തിരിക്കുന്ന ആളാണ്. ആ വ്യക്തി അത്രയും വലിയ സ്ഥാനത്തിരിപ്പുണ്ട്, അദ്ദേഹത്തിന് ഇഷ്ടം പോലെ കാശുണ്ട്, വലിയ വണ്ടിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എപ്പോഴും ചിന്തിക്കുന്നത് ആത്മഹത്യയെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമാണ്.
അപ്പോൾ ആ സ്ത്രീ പറഞ്ഞ വാക്കാണ്, വലിയ നിലയിലുള്ളൊരു സ്ത്രീ പറയുവാണ്, എനിക്ക് ഇത്രയും വയസ്സേ ഉള്ളൂ, എനിക്ക് ഇത്രയും പ്രായമുള്ളൂ, എൻ്റെ ജീവിതം എല്ലാം കുട്ടിച്ചോറായി പോയി, എല്ലാം നശിപ്പിച്ചു. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം നശിച്ചത്? ഞാൻ ഒരാളെ പ്രണയിച്ചു, അത് ശരി, എന്താ പ്രശ്നം പറ്റിയത്? അയാൾ കൂടെ നിന്ന് എന്നെ ചതിക്കുകയായിരുന്നു, എന്നെ വഞ്ചിക്കുകയായിരുന്നു, എൻ്റെ ജീവിതവും എൻ്റെ സ്വത്തും എൻ്റെ ആരോഗ്യവും എല്ലാം നശിപ്പിച്ചു ആ മനുഷ്യൻ. എനിക്ക് ഭയങ്കര ബുദ്ധിയുണ്ട്, പക്ഷെ ആ മനുഷ്യനെ മാത്രം എനിക്ക്, ആ ചതിയനെ എനിക്ക് പിടികിട്ടിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ അത്ര ചിന്തിച്ചില്ലേ, ആലോചിച്ചില്ലേ? അന്ധമായി അങ്ങ് വിശ്വസിച്ചു, അന്ധമായിട്ട് അങ്ങ് സ്നേഹിച്ചു. മരിക്കേണ്ട സ്ഥാനത്ത് ആ വ്യക്തി ഇന്ന് ജീവനോടെ ഇരുന്ന് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ പിന്നെ, ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങിയ പിന്നെ ഓരോന്നോരോന്ന് ആ പ്രശ്നങ്ങൾ എനിക്ക് മാറാൻ തുടങ്ങി. എൻ്റെ മുഖത്തുണ്ടാകുന്ന ഇന്നത്തെ കുഞ്ഞു സന്തോഷവേലും ഓരോ പ്രശ്നങ്ങൾ മാറാൻ തുടങ്ങിയ സന്തോഷമാണ്. ഞാൻ ഒറ്റയ്ക്ക് കേട്ട കാര്യമല്ല. ഇവിടെ ഇരിക്കുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നില്ലേ? ഉണ്ട്. ഈ മനുഷ്യൻ അവിടെ ഉണ്ട്. ഇത് പറയുമ്പോൾ, ഈ വ്യക്തി പറയുമ്പോൾ അവിടെ ഉണ്ട്. എൻ്റെ പ്രശ്നങ്ങൾ, ഇവിടെ ഒരു കാര്യം കേട്ടോ, എറിയാൻ കല്ലുകളുമായി വന്നവർ ആ കല്ല് അവിടെ ഇട്ടേച്ച് ഓരോരുത്തർ പോയിന്ന്. ദൈവസന്നിധിയിൽ നിൽക്കുന്ന നിങ്ങളും ഞാനും നിൽക്കുന്നത് ദൈവസന്നിധിയിലാണെങ്കിൽ ഓരോന്നോരോന്ന് മാറിക്കൊണ്ടേയിരിക്കും. ഓരോന്ന് ആ പ്രശ്നം, ആ അസ്വസ്ഥത, ആ വഴക്ക് എങ്ങനെ മാറും? അത് ഓരോന്നോരോന്നായി പോകും. വിശ്വസിക്കുന്നു. അതാണ് നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രത്യേകത. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായി മാറാൻ തുടങ്ങും. ഓരോ രീതിയിൽ ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. ഒന്ന് കരം ഉയർത്തി ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, ഇവിടെ നിന്നതേയുള്ള ആ സ്ത്രീ പ്രാർത്ഥിച്ചിട്ട് പോലുമില്ല. ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോലുമില്ല. എന്നിട്ട് പോലും ആ സ്ത്രീയോട് ചോദിച്ചു, ആ സ്ത്രീയോട് യേശു ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിന്നെ എറിയാൻ വന്നവരൊക്കെ കാണുന്നില്ലല്ലോ, എന്തിയേ? ആ സ്ത്രീ പുറകോട്ട് തിരിഞ്ഞ് നോക്കിയിട്ട് പറഞ്ഞു, അവര് പോയി, ഇപ്പൊ തീർക്കുമെന്ന് പറഞ്ഞ് വന്നവരാണ്. ആ കല്ല് നിലത്തിട്ട് എല്ലാവരും പോയി. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് കേൾക്കാമോ? ഒരാള് ഒരു കല്ല് പോലും ആ സ്ത്രീയുടെ മേത്ത് വീണില്ല. ആര് കൂടെ ഉള്ളോണ്ടത്? യേശു. ദൈവമാണോ നിന്റെ കൂടെ ഉള്ളത്? ആമേൻ. ഒരു കല്ലും നിന്റെ മേത്ത് വീഴത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ദൈവമാ എൻ്റെ പക്ഷത്തെങ്കിൽ, എറിയാൻ പലർക്കും ആഗ്രഹമുണ്ട്, ഒന്ന് വീണ് നോക്കട്ടെ എത്ര പേരുടെ കല്ലുണ്ടെന്ന് ഇപ്പൊ അറിയാൻ പറ്റും. ഒരു പ്രശ്നം വരട്ടെ, കല്ല് ഇല്ലാത്തവൻ ലോഡിന് കണക്ക് കല്ല് വരും. ഇവിടെ അവൻ ലോറിക്ക് ഓർഡർ ചെയ്യും, ഒരു ലോഡ് കല്ല് വരട്ടെ, ഒരാൾക്കിട്ട് എറിയാനാന്ന് പറയും. ഒരവസരം കിട്ടാഞ്ഞിട്ടാ എറിയാത്ത. പക്ഷെ ദൈവത്തോടുകൂടെ നിൽക്കുന്ന ഒരാളാണോ ഇവിടെ ഇരിക്കുന്ന ഈ അമ്മ, ഇവിടെ ഇരിക്കുന്ന ഈ അപ്പച്ചൻ, ഈ യുവാവ് യുവതി? ഒരു കല്ലും ഒരു ദോഷവും ഒരനർത്ഥവും നിന്റെ മേത്ത് വീഴില്ല. ആമേൻ. നിന്റെ മേത്ത് വന്ന് പതിക്കില്ല. കാരണം ഒറ്റ പ്രത്യേകതയുള്ളൂ, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്നവനാണ്. എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. അല്ലെങ്കിൽ പലതും നമ്മുടെ ദേഹത്ത് വന്ന് തീ അമ്പുകൾ പോലെ വന്ന് പതിക്കും. പലത് നമ്മളെ വേദനിപ്പിക്കും, വല്ലാതെ വല്ലാതെ കഷ്ടത്തിലാക്കും. ബൈബിളിൽ ഒരു വാക്കുണ്ട്, തീ അമ്പ്. കല്ലെന്നല്ല, തീ അമ്പ്. ചിലരുടെ കയ്യിൽ കല്ലല്ല, തീ അമ്പാ ഉള്ളത്. തീ അമ്പ്, അറ്റത്ത് തീയാണ്. അതാ നമുക്ക് എറിയാൻ പോകുന്നത്. ദൈവസന്നിധിയിൽ നിൽക്കുന്നവൻ ഒരു പോറൽ പോലും ഏൽക്കാതെ. നിങ്ങൾ ചിന്തിച്ചേ, യേശുവിന്റെ സന്നിധിയിൽ നിൽക്കുന്നത് ഒരു പുണ്യാളത്തിയൊന്നും അല്ല നിൽക്കുന്നത്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട കൊള്ളാത്തൊരു സ്ത്രീയാണ്. പാപിയായിരുന്നിട്ട് കൂടി യേശു എത്ര കാര്യമായിട്ടാ ആ വ്യക്തിയുടെ ജീവിതത്തെ കരുതിയത്. അങ്ങനെങ്കിൽ എന്നെയും നിങ്ങളെയും ഇതിന്റെ 1000 ഇരട്ടി കരുതാതിരിക്കുമോ? ഇതിന് 1000 ഇരട്ടി 100 ഇരട്ടി എന്നെയും എന്റെ കുടുംബത്തെയും ദൈവം പരിപാലിക്കുകയില്ലേ? ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാം പോയി. ഇത് ശ്രദ്ധിക്കണം കേട്ടോ, എല്ലാം പോയി. പ്രത്യേകിച്ച് ആരും മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയില്ല. അവിടെ പ്രത്യേകം ഒന്നും നടന്നില്ല. എല്ലാ പ്രശ്നങ്ങളും കല്ലിട്ടേച്ച് എല്ലാം പോയി. ഓരോന്നോരോന്ന് മാറാൻ തുടങ്ങി. നിങ്ങളും പ്രാർത്ഥിക്കുക. മുമ്പേ തങ്കൻ ചേട്ടൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, വീടില്ലായിരുന്നു, വീട്ടിൽ വന്നേച്ച്. ഈ തങ്കച്ചൻ ചേട്ടൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോഴല്ല, കുറച്ച് നാളുകൾക്ക് മുമ്പ് വേറെ ചിലർ കളിയാക്കിന്ന്. തങ്കച്ചൻ എന്ന ഈ ബാഗുമായിട്ട്, ബാഗും തോളയിലിട്ട് എന്നും ഈ പോക്കാണല്ലോ എന്ന്.
ആ പോയ മനുഷ്യനാണിന്ന് സ്ഥലം മേടിച്ചത്, മക്കളുടെ ജോലി വന്നത് എന്ന് ഓട്ടോമാറ്റിക്കായ സാധാരണ പോലെ നടന്നല്ല. ദൈവാനുഗ്രഹത്തിൽ മറ്റൊരാൾ അത്ഭുതപ്പെടുന്ന രീതിയിലാണ് ദൈവം ഓരോന്ന് കൂട്ടിച്ചേർത്തോണ്ടിരിക്കുന്നത്. മറ്റൊരാൾ അത്ഭുതപ്പെടുന്ന രീതിയിൽ ഓരോന്നോരോന്ന് എൻ്റെ ജീവിതത്തിൽ ചേർന്ന് വരാൻ തുടങ്ങും. ദൈവസന്നദ്ധി നിൽക്കുമ്പോൾ എൻ്റെ ജീവിതത്തെ വെല്ലുവിളിക്കുന്ന, എന്നെ തകർക്കുമെന്ന് പറയുന്ന, നിന്നെ ജീവിക്കാൻ അനുവദിക്കത്തില്ല, നിന്നെ ഒരു കാലത്ത് ഞാൻ സമ്മതിക്കുകയില്ലെന്ന് പറയുന്ന പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി മാറാൻ തുടങ്ങും. ഓരോന്നോരോ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തോട് വന്നു ചേരാൻ തുടങ്ങും. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി വിശ്വസിച്ച് ഉറക്കെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ പിക്ചർ ഒന്ന് ഒരു കലാകാരന്റെ മനസ്സിലെ ഒരു TV സ്ക്രീനിൽ എന്ന പോലെ ഒന്ന് കാണാമോ? ആ പള്ളിക്കകത്തോട്ട് ഓടിക്കേറി വന്ന നിയമജ്ഞരും പരിസയരുടെയും കയ്യിൽ മുഴുവൻ എന്തുണ്ടായിരുന്നു? എറിയാനുള്ള കല്ലുണ്ടായിരുന്നു. ഇന്നുണ്ട് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്നവന്റെ കയ്യിലുണ്ട് എറിയാനുള്ളൊരു കല്ല്. വലിയ ആളാണ്, ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് തോളത്ത് കൈയിട്ട് നടക്കുന്നവന്റെ കയ്യിലും ഉണ്ട് എറിയാനൊരു കല്ല്. എറിയാനൊരു കല്ലുള്ളവരാ പലരും. അത് ചിലപ്പോഴൊക്കെ ചിലർ നമ്മളോട് പിണങ്ങുമ്പോൾ അത് കൃത്യമായിട്ട് പിടികിട്ടും. ചിലരൊക്കെ നമ്മളോടങ്ങ് ചിലപ്പോൾ പിണങ്ങുമ്പോൾ പിടികിട്ടും, എറിയാൻ കല്ലുമായിട്ടാണ് ഇവൻ നടന്നേന്ന് ഇത്രയും നാള്. എറിയാൻ കല്ല്. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് മനസ്സിലാക്കണം. യേശുവിൻ്റെ മുമ്പിലാണോ ഞാൻ നിൽക്കുന്നത്? ദൈവസന്നിധിയിലാണോ ഞാൻ ദിവസവും നിന്നു കൊടുക്കുന്നത്? ഒരു കല്ലും, ഒരു ചെറിയ ചീളക്കല്ല് പോലും അത് തെറിച്ചു പോലും നിന്റെ മേത്ത് വീഴത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ സംരക്ഷണമാണ്. അടുത്തൊരു വാക്കുണ്ട്, ശത്രുവിന്റെ ഒരു പദ്ധതി നടന്നില്ല. അവിടെ വന്നവരുടെ പ്ലാൻ എന്നാന്നറിയോ? യേശു പറയുന്നു അവളെ അങ്ങോട്ട് കല്ലെറിഞ്ഞ് കൊല്ലോളാൻ പറയുന്നു, ഉടനെ എറിയുന്നു, തല തല്ലി പൊട്ടിക്കുന്നു, അവളെ വീഴ്ത്തുന്നു, കൊല്ലുന്നു, അടക്കുന്നു. ഇതായിരുന്നു ശത്രുവിന്റെ പ്ലാൻ. ഇതായിരുന്നു ദൈവസന്നിധിയിൽ നിൽക്കുന്നവന് ഒരു ശത്രുവിന്റെ പ്ലാനും അവന്റെ ജീവിതത്തിൽ വിശ്വസിക്കുന്നു കേട്ടോ. അതോർത്ത് ദൈവസന്നിധി നിൽക്കുന്നവൻ പറയാം, അവനെ ജീവിക്കാൻ അനുവദിക്കില്ല, അവന്റെ നല്ല കാലം ഞാൻ കളഞ്ഞിരിക്കും. പ്രിയപ്പെട്ടവർ, നമ്മൾ ചിന്തിക്കും 5 ലക്ഷം രൂപ മുടക്കി കൂടോത്രം ചെയ്യുന്ന മനുഷ്യരുണ്ട്. 5 ലക്ഷം ഇല്ല, കഥയൊന്നും അല്ല പറയുന്നത്. കൂടോത്രക്കാരൻ്റെ അടുത്ത് പോകുന്നതെന്നറിയോ? വൈരാഗ്യം മൂത്ത് അവനെ തകർക്കാൻ ലക്ഷങ്ങളാ മുടക്കുന്നത്. അയാളുടെ ഭാര്യ പറഞ്ഞു, നിർത്ത് മനുഷ്യ, നിങ്ങൾ ഈ പൈസ കൊണ്ടുപോയി കളഞ്ഞ് നിർത്ത്. ഇല്ല, വാശി വൈരാഗ്യം അങ്ങ് പുള്ളിയേക്കാളും വലുതാണ്. വാശി വൈരാഗ്യം. അതുകൊണ്ട് കൂടോത്രക്കാരൻ പറയുന്ന പോലെ മന്ത്രവാദിയുടെ അടുത്ത് ലക്ഷങ്ങൾ 10,000 കൊണ്ടുപോയി കൊടുക്കുവാണ് വേറൊരുത്തനെ തകർക്കാൻ. അത് എറിയുന്ന കല്ലാണ്, എറിയാനുള്ള കല്ലാണ്. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, ദൈവസന്നിധിയിൽ നിൽക്കുന്നവനെ തോൽപ്പിക്കാൻ സാധ്യമല്ല. ആമേൻ. ദൈവസന്നിധിയിൽ നിൽക്കുന്നവനെ എറിഞ്ഞു തോൽപ്പിക്കാൻ പറ്റുകയില്ല. ദൈവസന്നിധി നിൽക്കുന്നവനെ മന്ത്രം ചെയ്ത് തോൽപ്പിക്കാൻ പറ്റില്ല. ദൈവസന്നിധി നിൽക്കുന്നവനെ കൂടോത്രം ചെയ്ത് തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം അവൻ നിൽക്കുന്നത് ദൈവ സാന്നിധ്യത്തിന്റെ നടുക്കാണ്. ഹല്ലേലൂയ. ഈ ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങളൊരു വാക്ക് ശ്രദ്ധിച്ചോ? ഈ കല്ലുകളുമായി വന്നവരെ എല്ലാം കൂടെ ഈ സ്ത്രീയെ എവിടെ കൊണ്ടു നിർത്തിയെന്നറിയോ? ആ പള്ളിയുടെ നടുക്ക്. പ്രാർത്ഥിക്കുന്ന നിന്നെ ദൈവം എവിടെയാ നിർത്തുന്നതെന്നറിയോ? ദൈവീക സംരക്ഷണത്തിന്റെ നടുക്ക്. നടുക്ക് നിർത്തും. ദൈവാനുഗ്രഹത്തിന്റെ നടുക്കാ നിന്നെ നിർത്തിയത്. ദൈവകൃപയുടെ നടുക്കാ നിന്നെ നിർത്തിയത്. ചില അനുഗ്രഹങ്ങളുടെ തുടക്കമാണ് ഇവിടെ കൊണ്ട് ആരംഭിക്കുന്നത്. ഒരു നിമിഷം നിങ്ങൾ ഇരുന്നുകൊണ്ടൊന്ന് കണ്ണുകളടച്ച് ഇത്രയും കാര്യങ്ങളെ ഒന്ന് ഓർക്കാമോ? ഒരിക്കൽ പോലും ദൈവം നിന്നെ കൈവിടത്തില്ല. ഇത്ര നല്ലവനാം പ്രിയനെ എന്നൊരു പാട്ട് തന്നെയുണ്ട്. ഇത്ര നല്ലവനാ. അത് പാടുന്നതിന് മുമ്പ് ആ ഇരിക്കുന്ന കസേരയിൽ ഇരുന്ന്, നിലത്താണെങ്കിൽ നിലത്തിരുന്ന്, നിന്നുകൊണ്ടാണെങ്കിൽ ഒന്ന് ചിന്തിച്ച്, എൻ്റെ കുടുംബം, എൻ്റെ ജീവിതം, എൻ്റെ ഭാവി പലരും എറിഞ്ഞും തകർക്കാൻ നോക്കി നിൽക്കുക പലരും. പക്ഷെ ദൈവസന്നിധിയിൽ നിൽക്കുന്നത് കൊണ്ടാ കുഞ്ഞെ നിന്റെ ജീവിതത്തിൽ ഇന്ന് ഒരു കേടും വരാത്തത്, ഒരു കുഴപ്പവും വരാത്തത്. പലരും ചോദിക്കാറില്ല, നീ എങ്ങനെയാ ഇങ്ങനെയൊക്കെ ആയെന്ന്.
അത് ദൈവസന്നിധിയിൽ നീ നിന്നതുകൊണ്ടാ. ഓ, നിന്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ വിചാരിച്ചു നീ ആ പ്രശ്നത്തിൽ വല്ലാതെ തോറ്റുപോകൂന്ന്. സമ്മതിക്കണം കേട്ടോ, അത് ദൈവസന്നിധിയിൽ നിന്നതുകൊണ്ടാ. ചില അമ്മമാരോട് ചിലപ്പോൾ അയൽവാസികൾ ചോദിക്കൂ, എങ്ങനെയാ കൊച്ചിന്റെ കല്യാണം നടന്നത്? ഓ, ഭയങ്കര അത്ഭുതമാകട്ടോ, നിങ്ങൾ ദൈവസന്നിധിയിൽ നിന്നതുകൊണ്ടാണ്. നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ നിന്നതുകൊണ്ടാണ്. ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നിന്നതുകൊണ്ടാണ്. ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം ആധരങ്ങളെ ഒന്ന് തുറന്ന് ആ കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. ഇത്ര നല്ല ഒരു ദൈവമുണ്ട്. ചിന്തിച്ചു നോക്കിക്കേ, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടൊരു സ്ത്രീ, കൊള്ളിയേരാത്തൊരു മനുഷ്യത്വവും കൊള്ളത്തില്ല, നാട്ടിൽ വിലയില്ല, പഞ്ചായത്ത് വിലയില്ല, പള്ളി വിലയില്ല. പക്ഷെ ദൈവസന്നിധിയിൽ നിന്നപ്പോൾ ആ വ്യക്തിയെ പോലും ദൈവം എത്ര കാര്യത്തോടെയാ സംരക്ഷിച്ചത്. അങ്ങനെങ്കിൽ അതിന്റെ 100 ഇരട്ടി 1000 ഇരട്ടി സംരക്ഷണം ദൈവം എനിക്ക് തരാതിരിക്കുമോ? എന്നെ ദൈവം ഒരിക്കലും കൈവിടത്തില്ല. മനുഷ്യന്റെ മനസ്സിൽ നീ എഴുതി തള്ളിയാലും ദൈവത്തിന്റെ മനസ്സിൽ നിനക്കൊരു സ്ഥാനമുണ്ട്. നിനക്കൊരു സ്ഥാനമുണ്ട്. ഒരു കല്ല് പോലും നിന്റെ ദേഹത്ത് വീഴത്തില്ല. ഒരു ദോഷവും നിനക്ക് വരികയില്ല. ഒരു തിന്മയും നിനക്ക് വരികയില്ല. കാരണം നീ ദൈവസന്നിധിയിൽ നിൽക്കുന്ന. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ശബ്ദമുയർത്തി 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ചേർന്ന് പാടാമോ? ഇത്ര നല്ലവനാം പ്രിയരേ, ഈ ധരയിൽ രുചിച്ചറിവാൻ. എല്ലാവരും ചേർന്ന് പാടാമോ? ഇത്ര നല്ലവനാം പ്രിയരേ, ഈ ധാരയിൽ രുചിച്ചറിവാൻ. ഇടയായതിന ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. ഒന്ന് പറഞ്ഞേ. ഇടയായതിനൊടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. ഇത്ര നല്ലവനാം പ്രിയനേ, ഈ ധരയിൽ രുചിച്ചറിവാൻ. ഇത്ര നല്ലവനാം പ്രിയനേ, ഈ ധരയിൽ രുചിച്ചറിവാൻ. ഇടയായതിനൊടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. ഇടയായതിനൊടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. എന്ന് പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇന്ന് നിങ്ങൾ നേരിടുന്ന ചില പ്രശ്നങ്ങൾ കുറച്ചുകൂടെ ദൈവത്തിലേക്കാണോ അടുപ്പിച്ചത്? അങ്ങനെയെങ്കിൽ ആ പ്രശ്നം നിന്റെ നന്മയ്ക്കാണ്. ആമേൻ. ഒന്നും കൂടെ പറയാം. ഇപ്പോൾ എനിക്ക് ഇച്ചിരി കടഭാരമുണ്ട്, കുടുംബത്തിൽ ഇച്ചിരി പ്രയാസമുണ്ട്, മക്കളുടെ കാര്യത്തെക്കുറിച്ചൊരു പ്രതിസന്ധിയുണ്ട്, ജീവിത പങ്കാളി ഓർത്തൊരു ചെറിയ ടെൻഷനുണ്ട്. ഇതെല്ലാം നിന്നെ എത്തിച്ചത് കുറച്ചുകൂടെ ദൈവത്തിലേക്കാണെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ ഇതിനേക്കാൾ നന്മയായിട്ട് നിന്റെ ജീവിതത്തിൽ. ആമേൻ ഹല്ലേലൂയ. വിശ്വസിക്കുന്നു? ആമേൻ. ഒരു പ്രശ്നത്തിനും എനിക്കൊരു ഭയങ്കര കാര്യം ഇതിനകത്തുണ്ട്, ഈ വാക്യത്തിനകത്തുണ്ട്. എന്നറിയാമോ? അവിടെ വന്ന് നിൽക്കുന്നത് ഒരു പുണ്യാളത്തിയൊന്നുമല്ല, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയാണ്. ആ വ്യക്തിയെ എല്ലാവരും കുറ്റപ്പെടുത്തി, ഒറ്റപ്പെടുത്തി, കൊള്ളത്തില്ല, ഇപ്പം തന്നെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് പറയുന്നത്, ഇപ്പം തന്നെ അങ്ങ് തീർക്കണം, നാളത്തേക്ക് വെക്കാൻ പോലും പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ ആ വ്യക്തിക്ക് വേണ്ടി നിന്ന ഒരാളുണ്ട്. ആരാണ്? ആ വ്യക്തിക്ക് വേണ്ടി പോലും
നിന്ന ആ യേശുവിനെയാ ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ആമേൻ. ആ വ്യക്തിക്ക് വേണ്ടി പോലും നിന്നു. നമ്മൾ പറയില്ലേ, കുറെ കാശൊക്കെ കൊടുത്ത ഒരാൾക്കാണ് അയാൾക്ക് വേണ്ടിയൊക്കെ അവിടെയൊക്കെ നിൽക്കും. അയാൾ കുറെ കാശ് കൊടുത്ത ആളാ, അയാൾ അത് പണിതത്, അതൊക്കെ നിൽക്കും. ഒരു രൂപ പോലും കൊടുക്കാത്ത, സമൂഹത്തിൽ നിലയും വിലയും പേരും ഇല്ലാത്തവർക്ക് വേണ്ടി ആര് നിൽക്കും? നിനക്ക് വേണ്ടി ആരും നിന്നില്ലേലും ഒരു ദൈവം നിനക്ക് വേണ്ടിയുണ്ട്. ഒരു ദൈവം നിനക്ക് വേണ്ടി നിൽക്കുവോടെ, മടിയില്ലാതെ നല്ല മനസ്സോടെ. അങ്ങനെ ഒരു ദൈവം നിന്നതുകൊണ്ടാ നിനക്ക് ഇന്ന് ആരോഗ്യത്തോടെ ഇന്ന് ഇവിടെ നിൽക്കാൻ പോലും പറ്റുന്നു. ഹല്ലേലൂയ. ആരുമില്ല എന്ന് കരുതി പോയി മരിച്ചേക്കാന്ന് ചിന്തിക്കരുത്. നിനക്ക് വേണ്ടി ഒരു ദൈവമുണ്ട്. ആ ദൈവമാ നിനക്കൊരു രണ്ടാം ജന്മം പോലെ ഒരു നല്ല ജീവിതം നാളുകളിൽ തരുന്നത്. ആ വാക്യം വായിച്ച് മറക്കരുത്. വീണുപോയ ദാവീദിന്റെ കൂടാരത്തെ വീണ്ടും ഞാൻ പണിതുയർത്തും. പഴയ കാലത്തെന്ന പോലെ കേടുപാടുകൾ നീക്കി ഞാൻ അതിനെ പണിതുയർത്തും എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ കാര്യം കൂടെ അതിനകത്തുണ്ട്. എല്ലാവരും നിയമജ്ഞരും പരിസരമൊക്കെ പറമ്പിൽ നിന്ന് കല്ലുമെടുത്ത് വന്ന് നിൽക്കുക പള്ളിക്കകത്ത്. എറിയണം, കൊല്ലണം പോലും, ഇപ്പം തന്നെ കൊല്ലണം. പക്ഷേ ആ വ്യക്തിയെ തോപ്പിക്കാൻ പറ്റിയില്ല. ആർക്കും പറ്റിയോ? ദൈവസന്നദ്ധിയിൽ നിൽക്കുന്നവനാണ്. ഞാൻ ഭാവി ആയിക്കോട്ടെ, ഞാൻ കൊള്ളാത്ത ഒരാളായിക്കോട്ടെ, ഞാൻ നാട്ടിലും വീട്ടിലൊന്നും വിലയില്ലാത്തവനായിക്കൊള്ളട്ടെ, കുഞ്ഞെ നീ നിൽക്കുന്നത് ജീവനുള്ള ദൈവത്തിന്റെ മുമ്പിലാണെങ്കിൽ ഒരു ശക്തിക്കും, ഒരു കല്ലിനും, ഒരു നിയമജ്ഞനും, ഒരു ഫരിസേയനും, ഒരു വെല്ലുവിളിക്കും നിന്നെ തോപ്പിക്കാൻ പറ്റത്തില്ല. വിശ്വസിക്കുന്നു. തോറ്റു പോകേണ്ട സ്ഥലത്ത് നീ ജയിച്ചു തന്നെ നിവർന്നു നിൽക്കും. കണ്ടോ, അവരുടെ കയ്യിലിരുന്ന കല്ല് തന്നെ നിലത്തു വീണു. അത് നിനക്കിട്ട് എറിയാൻ വെച്ചതാ, പക്ഷെ അവരുടെ പ്ലാൻ വിജയിച്ചില്ല. പലർക്കും പല പ്ലാനുണ്ട്. നിന്റെ കല്യാണം മുടക്കണമെന്ന് പ്ലാനുണ്ട്. നിന്റെ സ്ഥലം ചിക്കിടി വിലയ്ക്ക് മേടിച്ചെടുത്ത് കരസ്ഥമാക്കണമെന്ന് പ്ലാനുണ്ട്. നിന്നെ ഏതെങ്കിലും ഒരു കേസിൽ പെടുത്തി പൂട്ടണമെന്ന് പ്ലാനുണ്ട്. ആ പ്ലാൻ താഴെ വീഴുകയുള്ളൂ. നീ ദൈവസന്നദ്ധി, ഇതാ ദൈവസന്നദ്ധി നിൽക്കുന്നവന്റെ വില. പലരും ചോദിക്കില്ലേ, നീ പള്ളിയിൽ പോയിട്ട് നിനക്ക് എന്നാ കിട്ടി? നീ പള്ളിയിൽ പോയിട്ട് നിന്റെ മക്കളുടെ കാര്യങ്ങളൊക്കെ നടന്നോ? നീ കുറെ നാളായല്ലോ ഈ പോക്ക് തുടങ്ങിയിട്ട്. നീ രക്ഷപ്പെട്ട് ഉയരുന്നത് ഈ വിമർശിച്ചവൻ നാളെ കണ്ണുകൊണ്ട് കാണും. ഈ പറഞ്ഞവര് തന്നെ കാണും നീ രക്ഷപ്പെട്ടത്. നീ രക്ഷപ്പെടുന്നത് കളിയാക്കിയവൻ കാണും. അവൻ പറയത്തില്ല, നാണം കൊണ്ട് മിണ്ടത്തില്ല. ഞാനൊന്നും പറഞ്ഞിട്ടില്ലെന്നേ പറയത്തുള്ളൂ. ദൈവത്തിനറിയാം ശത്രുവിന്റെ പ്ലാനിനെ നിലത്തിടാൻ. ഒന്നും ചെയ്യാതെ ദൈവസന്നദ്ധിയിൽ നിൽക്കുന്നവനെ എറിഞ്ഞും തോപ്പിക്കാൻ പറ്റില്ല, പറഞ്ഞും തോപ്പിക്കാൻ പറ്റില്ല. കാരണം അവൻ നിൽക്കുന്നത് ഒരു ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിലാണ്. ദൈവസന്നദ്ധിയിൽ നിൽക്കുന്നവനെ ഒരാൾക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ നീ ബൈബിൾ വായിച്ചു നോക്കിയിട്ട് ഈ പുള്ളിക്കാരത്തി എന്നാൽ പ്രാർത്ഥിച്ചിട്ടൊന്നും കാണുന്നില്ലല്ലോ. പ്രാർത്ഥിക്കൊന്നും വേണ്ട, നീ ചുമ്മാ നിന്നാലേലും മതി. അതിന് പോലും വിലയുണ്ട്. പ്രാർത്ഥിക്കാൻ ഇഷ്ടമില്ലേ? പ്രാർത്ഥിക്കേണ്ട. എനിക്ക് കൈ കെട്ടി നിൽക്കാനാ, അങ്ങനെ നിന്നോ. എനിക്ക് ഇയാൾ പറയുന്ന അനുസരിച്ച് കൈ ഉയർത്താൻ താല്പര്യം വേണ്ട, ഉയർത്തണ്ട. എനിക്ക് ഇയാൾ പറയുന്ന പോലെ ഒന്നും പ്രാർത്ഥിക്കാൻ താല്പര്യം, എനിക്കിങ്ങനെ അത് മതി, നീ രക്ഷപ്പെടാൻ അതെങ്കിലും മതി. ജോൺ ഒരിക്കൽ പറഞ്ഞു, ചിലപ്പോൾ നമ്മൾ പറയുന്ന ഒരു ഹല്ലേലൂയ വാക്ക ഒറ്റ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവുള്ളൂ, അതായിരിക്കും നിന്റെ വിടുതലിന് കാരണമാണ്. നീ 100 പ്രാവശ്യം അപ്പുറത്തിരിക്കുന്ന ആളെ പോലെ വലിയ കാറിയുന്നുണ്ടാവില്ല, ഇത്രയും കൈ വെച്ചിട്ടുണ്ടാവുള്ളൂ. സാധാരണ അത് മതി. ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ കരമുയർത്തി പ്രാർത്ഥിച്ചോ, സ്തുതിച്ചോ, എനിക്കൊരു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞോ? ഒന്നും വേണ്ടിയില്ല, അവിടെ അനങ്ങാൻ നിന്നു. ദൈവസന്നിധി ചുമ്മാ നിൽക്കാനായാലും പറ്റിയാൽ മതി. ദൈവം അതിന് പോലും നിനക്ക് വില തരും. അതിന് പോലും നിന്നെ ദൈവം സൂക്ഷിക്കാൻ തുടങ്ങും. അതിന് പോലും. പ്രിയപ്പെട്ടവരെ, ഈ കല്ലെടുത്ത് കുറെ നിയമജ്ഞരും പരിസരും വരുമ്പോ ഉണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് പലരെയും നിയമജ്ഞരുടെയും പരിസരുടെയും മുഖത്ത് വേറെ കുറെ പേരുടെ മുഖങ്ങൾ വരും. ഓ, എൻ്റെ കുടുംബക്കാരൊക്കെ അങ്ങനെയാണല്ലോ ചെയ്തേ, എൻ്റെ വീട്ടുകാർ, എൻ്റെ ഭാര്യ വീട്ടുകാർ അങ്ങനെയാണല്ലോ ചെയ്തേ, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ അങ്ങനെയാണല്ലോ ചെയ്തത്. നമുക്ക് നിയമജ്ഞന്റെയും പരിസയന്റെയും മുഖത്തിന്റെ ആ സ്ഥാനത്ത് വേറെ പല മുഖങ്ങളും വരും. പക്ഷെ ദൈവസന്നദ്ധിയിൽ നിൽക്കുന്നവൻ എവിടെയും തോൽക്കത്തില്ല. മറക്കരുത്, ഈ വർഷാവസാനം കേട്ട കാര്യമാ. വർഷത്തിന്റെ അവസാനമായി ഇത് കേട്ടത്. ദൈവസന്നദ്ധിയിൽ നിൽക്കുന്നവനെ തോപ്പിക്കണോന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പലർക്കും, പക്ഷെ നടക്കത്തില്ല. കാരണം നിൽക്കുന്നത്
ഒത്തിരി ഒന്നും പ്രാർത്ഥിക്കാനൊന്നും പറ്റിയില്ലേലും വെറുതെ ഒന്ന് നിൽക്കാനേലും ആഗ്രഹിക്കുക. ഒന്നായിരിക്കുന്ന സ്ഥാനത്തൊന്ന് ഇരുന്ന് ഒന്നും കൂടി ഒന്ന് കണ്ണുകൾ അടയ്ക്കാമോ? ഇവിടെ ഇരിക്കുന്ന ഒത്തിരി യുവതി യുവാക്കളുണ്ട്, മക്കളുണ്ട്. നിങ്ങളെ ബഹുമാനത്തോടെ ഞങ്ങൾ കാണുകയാണ്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. ഒരു നല്ല ദൈവമുണ്ട്. ഒരു ചതിയിലും ചെന്ന് പെട്ടേക്കരുത്, ഒരു ചതിയിലും ചെന്ന് പെട്ടേക്കരുത്. പലരും കൂടെ നിന്ന് സ്നേഹിക്കാൻ നോക്കുന്നത് അവരുടെ ഉള്ളിൽ ചതിയുണ്ട്, ചതി ഉള്ളിൽ കുരുട്ടുബുദ്ധിയുണ്ട്. പലരെ എവിടെയെങ്കിലും കൊണ്ടുപോയി പൂട്ടിക്കെട്ടിക്കാനാണ് നോക്കുന്നത്. പല മിത്രങ്ങൾ തന്നെ അവന്റെ ബാഗിനകത്ത് കഞ്ചാവ് തിരികെ വെച്ച് പോലീസിനെ കൊണ്ട് പീഡിപ്പിച്ചത്. പോലീസ് ചോദിച്ചു, ഇവനെ അറിയോന്ന്. ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല സാറേന്ന്. ഞങ്ങൾക്ക് അറിയത്ത് പോലുമില്ല. ആള് ജയിലിൽ കിടക്കുക. എല്ലാവരും കൂടെ നിൽക്കുന്നവരുണ്ടല്ലോ, പലരും ചതിയുള്ളവരാ. ചതി. ദൈവസന്നിധിയിൽ നിൽക്കുന്ന നീ തോറ്റുപോകില്ല. ഒരു നിമിഷം കരങ്ങൾ ഹൃദയത്തോട് ജോണെ ആ പാട്ടൊന്നും കൂടെ. ഇത്ര നല്ലവനാം പ്രിയനെ. ഇത് പാടുമ്പോൾ എനിക്കൊരു നല്ല ദൈവം ഉണ്ടെന്ന് പറയണം, എനിക്കൊരു നല്ല ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചോ, എറിയാൻ കല്ലുകളായി വന്ന ഒരു കല്ല് പോലും ആ സ്ത്രീയുടെ മേത്ത് വീണിട്ടില്ല. ആരോഗ്യമില്ലാഞ്ഞിട്ടല്ല, കല്ലിന് വലുപ്പമില്ലാഞ്ഞിട്ടല്ല, എന്തോ അവർക്ക് എറിയാൻ പറ്റിയില്ല. ദൈവസന്നിധിയിൽ നിൽക്കുന്ന നിന്നെ ഒരു കേസിനും തോൽപ്പിക്കാൻ പറ്റത്തില്ല, ഒരു മന്ത്രവാദിക്കും തോൽപ്പിക്കാൻ പറ്റില്ല, ഒരു ചതിക്കും തോൽപ്പിക്കാൻ പറ്റില്ല, ഒരു അന്ധകാര സ്വാധീനങ്ങൾക്ക് തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം ഞാൻ നിൽക്കുന്നത് ജീവനുള്ള ദൈവത്തിന്റെ മുമ്പിലാണ്. അതുകൊണ്ട് ചേർന്നൊന്ന് പാടിക്കേ. എത്ര നല്ലവനാം പ്രിയനേ, ഈ ധാരയിൽ ചേർന്ന് ഇത്ര നല്ലവനാം പ്രിയനേ, ഈ ധാരയിൽ ഇടയായതിനാലോടുവിൽ വരയും ഇനി എനിക്കെന്നും താൻ മതിയാ. വിശ്വസിച്ച് ഇടയായതിനാലോടുവിൽ വരയും ഇനി എനിക്കെന്നും താൻ മതിയാ. അറിയാമെങ്കിൽ ആ വാക്കുകളോട് ചേർന്നൊന്ന് പാടിക്കേ. ഇത്ര നല്ലവനാം പ്രിയനേ, ഈ ധാരയിൽ രുചിച്ചറിവാൻ, ഇത്ര നല്ലവനാം പ്രിയനേ, ഈ ധാരയിൽ രുചിച്ചറിവാൻ, ഇടയായതിനാലോടുവിൽ വരയും ഇനി എനിക്കെന്നും താൻ മതിയാ. ഇടയായതിനാലോടുവിൽ വരയും ഇനി എനിക്കെന്നും താൻ മതിയാ. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വാക്യങ്ങളെല്ലാം മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പോവാ. ഇത് ദൈവസ്നേഹത്തിൻ്റെ ഒരു അന്തരീക്ഷമാണിത്, ദൈവശക്തിയുടെ ഒരു കുടക്കീഴാണിത്. ഇവിടെ ചില നന്മകളുണ്ട്. ഇവിടെ ചിരിയും കളിയും വർത്താനമൊന്നുമില്ല, സത്യമാണ്. ഇവിടെ വലിയ കോമഡിയോ ചിരിപ്പിക്കുന്ന സംവിധാനങ്ങളൊന്നുമില്ല, അതറിയാവുന്നവരുമില്ല. ഇങ്ങനെയൊക്കെ പറയാൻ അറിയുന്നവരുണ്ടോ? പക്ഷെ ദൈവം പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും, ദൈവം പ്രവർത്തിക്കുന്നത് അറിയാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ കണ്ട ഒരു വാക്യം കുറേ പ്രാവശ്യം ചിന്തിക്കേണ്ടതാണ്. എറിയാൻ കല്ലുകളുമായി വന്നിട്ട് അവർക്കത് ഇട്ടിട്ട് പോകേണ്ടി വന്നു. അവർ വലിയ ആൾക്കാരാണ്, നമ്മളെപ്പോലെ സാധാരണക്കാരല്ല. നാട്ടിലെ വലിയ പുള്ളികൾ, നിയമജ്ഞരും പരിസയരും. പ്രിയപ്പെട്ടവരെ, ദൈവത്തോളം വലിയവരായ ആരുമില്ല. ദൈവസന്നിധിയിലാണ് നിൽക്കുന്നത്, നീ ജയിക്കും. ദൈവസന്നിധി നിൽക്കുന്നവനാണെങ്കിൽ പറഞ്ഞ വാക്കി നീ ജയിക്കും. അതാണ് നിങ്ങളോട്. ദൈവസന്നിധിയിലാണോ നീ നിൽക്കുന്നത്, നീ തോക്കിയല്ല. ഇവിടുന്ന് മാറി വേറെ എവിടെയാ നിൽക്കുന്നെങ്കിൽ എനിക്കറിയത്തില്ല. നിൽക്കുന്നതും ജീവിക്കുന്നതും ദൈവത്തിൻ്റെ സന്നിധിയിലാണെങ്കിൽ തോപ്പിക്കും
തോപ്പിക്കുമെന്ന് പറഞ്ഞവൻ കല്ലിട്ടേച്ച് പോവും. അവൻ ആമേൻ. മടുത്തിട്ട് പോവും, അവന്റെ കയ്യിൽ നിന്ന് ആ കല്ല് പോവും, അവന്റെ കയ്യിൽ ഇരിക്കത്തില്ലത്. ഹല്ലേലൂയ. കാരണം ഈ നിൽക്കുന്നയാള് വലിയ പുള്ളിയായോണ്ടല്ല, അവൻ നിൽക്കുന്നത് ജീവിക്കുന്ന ദൈവത്തിലാണ്. ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവത്തിന്റെ മുമ്പ് നിൽക്കുന്നവന് ഒരു പ്രത്യേകതയുണ്ട്. ആമേൻ. അത് അനുഭവിച്ചറിഞ്ഞവർക്ക് ഒരു മൈക്ക് 10 കൊടുത്താൽ അവരെല്ലാം ഇപ്പൊ പ്രസംഗിക്കാൻ തുടങ്ങും. അപ്പൊ അവരെല്ലാം പറയും, എനിക്ക് ഇച്ചിരി പറയാനുണ്ട്, എനിക്ക് ഇച്ചിരി ക്ലാസ് എടുക്കാനുണ്ട്. ദൈവസന്നദ്ധിയിൽ നിൽക്കുന്ന ഒരു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീക്ക് പോലും ദൈവം എക്സ്ട്രാ ഓർഡിനറി പ്രൊട്ടക്ഷനാണ് കൊടുത്തത്. യേശു പറഞ്ഞില്ലല്ലോ, ഒരു 5 or 10 ആൾക്കാർ കല്ലെറിഞ്ഞിട്ട് പോകും, എല്ലാവരും കൂടെ എറിയണ്ട. ഞാൻ പറഞ്ഞു, ഒരൊറ്റ ഒരാളെ കൊണ്ടും എറിയാൻ സമ്മതിച്ചില്ല, ഒരാൾക്കും എറിയാൻ പറ്റിയിട്ടുമില്ല. അതൊരു ശുശ്രൂഷയുടെ കാര്യവും ആമേൻ. ഒരു ധ്യാന കേന്ദ്രത്തിന്റെ ശുശ്രൂഷയും ദൈവസന്നിധി നിൽക്കുന്നവന്റെ പ്രത്യേകത അതാണ്. അവന്റെ വിജയം ആ നിൽപ്പാണ്. ഹല്ലേലൂയ. അവന്റെ ടേണിംഗ് പോയിന്റ് ആ നിൽക്കുന്ന സമയമാണ്. ആമേൻ. ഇപ്പൊ അവധി ദിവസമല്ലേ, നിങ്ങൾ എന്തിനാ ഇത്രയും ദൂരം വന്ന്? വയനാട്ടിൽ ആൾക്കാർക്ക് കാപ്പി പറിക്കാൻ ഭയങ്കര തിരക്ക്, മഴ വരുന്ന കാപ്പി പറിക്കേണ്ട സമയമാണ്. എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്, എത്രയോ പേര് ഇവിടെ പ്രാർത്ഥിക്കാനുണ്ട്. ദൈവസന്നദ്ധിയിൽ നിൽക്കുന്നതാ നാളുകളിൽ അവന്റെ വിജയം. അത് അവന്റെ ആത്മാവിൽ അവൻ അറിയാൻ പറ്റും. ഹല്ലേലൂയ. ഒരു കുഞ്ഞു കാര്യം കൂടെ വായിക്കുവാണ്. അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം 25 മുതലുള്ള വാക്യം. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. ഒന്ന് ശ്രദ്ധിച്ചോ, അർദ്ധരാത്രി, പാതിരാത്രി 12-1 മണി സമയത്ത് പൗലോസും സീലാസും ജയിലിനകത്ത് കിടന്ന് പാട്ടുപാടി ആരാധിക്കുമായിരുന്നു. അപ്പോൾ അവരുടെ കയ്യിൽ എന്തുണ്ടെന്നറിയാവോ? ചെങ്ങലകളൊക്കെ ഉണ്ട്. കുറേ ജയിലിൽ വേറെ പുള്ളികളുണ്ട്, അവരെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. ഇവരിങ്ങനെ പാട്ടുപാടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അടുത്ത വാക്യം, തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. അവര് പ്രാർത്ഥിച്ചൊന്നുമില്ല, ചുമ്മാ കേട്ടോണ്ടിരുന്നു. 26, പെട്ടെന്നൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലുങ്ങി, എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു, എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. അതൊരു വാക്ക്, അത് പറയാൻ വേണ്ടിയാ. പ്രാർത്ഥിക്കുന്നവന്റെയും ആരാധിക്കുന്നവന്റെയും കയ്യിൽ ചെങ്ങലയായി തുടരത്തില്ല. ഹല്ലേലൂയ. മനസ്സിലായോ? പ്രാർത്ഥിക്കുന്നവന്റെ ആരാധിക്കുന്നവന്റെയും കൈ ചെങ്ങല കാണും ചിലപ്പോ ഇന്ന്, പക്ഷെ അത് ഇന്നല്ലെങ്കിൽ നാളെ അതേന്ന് വിടുവിക്കപ്പെട്ടിരിക്കും. ആമേൻ. അതാണ് ദൈവത്തിന് ആരാധന കൊടുത്താൽ, ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥനയോടെ സ്തുതിച്ചാൽ നിന്റെ ജീവിതത്തിൽ ഉള്ള പ്രശ്നങ്ങൾ തുടരുകയില്ല. ഹല്ലേലൂയ. അത് പൊട്ടി നിലത്തോട്ട് വീണിരിക്കും. ആമേൻ. അത് ആന വലിച്ചു പൊട്ടിച്ചെന്നല്ല എഴുതിയിരിക്കും. അത് വലിയ ആരോഗ്യമുള്ളവർ വന്ന് വലിച്ചു പൊട്ടിച്ചെന്നല്ല, അത് വെൽഡറിനെ കൊണ്ടുവന്ന് കട്ട് ചെയ്ത് കളഞ്ഞെന്നല്ല. അവർ ആരാധന ദൈവത്തിന് കൊടുത്തപ്പോ ആ തടസ്സം പൊട്ടി താഴെ വീണു. ആമേൻ. ആരാധന ദൈവസന്നദ്ധിയിൽ കൊടുക്കുന്നവന്റെ സാഹചര്യങ്ങൾ മാറിയിരിക്കും. ആ ജയിലിനകത്ത് വേറെ കുറെ പേരുണ്ടായിരുന്നു. ചിലർ നമ്മളോട് ചോദിക്കില്ലേ, പ്രാർത്ഥിച്ചിട്ട് എന്താണ് ഗുണം, ആരാധിച്ചിട്ട് എന്താ ഗുണം? നിങ്ങൾ കുറെ ആയല്ലോ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്. ഈ പറഞ്ഞവര് തന്നെ കാണും നീ വിടുവിക്കപ്പെട്ട് രക്ഷപ്പെടുന്നത്. ഈ പറഞ്ഞോര് തന്നെ കാണും നീ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കയറി പോകുന്നത്. ആര് കാണും? ഈ പ്രാർത്ഥന എന്തിനാ, ആരാധന എന്തിനാ എന്നൊക്കെ ചോദിച്ചോര് തന്നെ അവരുടെ കണ്ണുകൊണ്ട് കാണും നിന്റെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടു വരുന്നത്. ചുമ്മാതെ അല്ല, ഒരു പാത്രത്തിനകത്ത് ഒരു നിയോഗ പാത്രം പോലെ ഒരു ഫ്ലക്സ് എഴുതി പേരുകൾ വെച്ചേരി. എനിക്കറിയാം 365 ദിവസവും ദൈവവചനം പ്രസംഗിക്കുന്ന സ്ഥലത്താണ് നിങ്ങളുടെ നിയോഗം ഇരിക്കുന്നത്. ഒന്നും ചെയ്തില്ലേലും ഈ വചനം ആ നിയോഗത്തിൽ ചെന്ന് തൊടാതിരിക്കത്തില്ല. അതിന്മേൽ ഇന്നല്ലെങ്കിൽ നാളെ ചില അത്ഭുതങ്ങൾ സംഭവിക്കാതിരിക്കുകയില്ല. എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ദൈവത്തിന് ആരാധന കൊടുത്താൽ, ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ കൊടുത്താൽ നിന്റെ ചെങ്ങലകൾ മാറിയിരിക്കും, നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വന്നിരിക്കും. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒന്ന് പ്രാർത്ഥിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഒന്ന് ആരാധിക്കണം. ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. സന്തോഷമുണ്ട് നിങ്ങളുടെ സാന്നിധ്യത്തിന്. സമയം കണ്ടെത്തി ഇവിടെ വരാൻ മനസ്സ് കാണിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട്. ഒരുപാട് ആളുകളുണ്ട്, താഴെ ഒത്തിരി പേരുണ്ട്, കൗൺസിലിങ്ങിന് ഒരുപാട് പേരുണ്ട്, നിയോഗം എഴുതി കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒന്ന് കണ്ണുകൾ അടച്ച് ഇന്ന് കേട്ട വചനം മറന്നു പോകാത്ത വിധത്തിൽ ആ ഹൃദയത്തിൽ ഒന്ന് എഴുതി വെച്ച്, മനസ്സിലൊന്ന് സൂക്ഷിച്ച് വെച്ച്. യേശു ദേവാലയത്തിൽ ഇരിക്കുമ്പം നിയമജ്ഞരും പരിസേരും നാട്ടിലെ വലിയ പ്രമാണിമാർ, വലിയ പുള്ളികൾ, വലിയമാര് ദേ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പാപിനിയായ ഒരു സ്ത്രീയെ ഇപ്പൊ കൊല്ലണമെന്നാ പറയുന്നത്. ഇപ്പൊ കൊല്ലണം, കല്ലെറിഞ്ഞ് തന്നെ കൊല്ലണമെന്ന് നിയമമുണ്ടെന്ന്.
പക്ഷെ ആ കല്ലൊന്നും ആ വ്യക്തിയുടെ മേത്ത് വീണില്ല. ആ വ്യക്തിയെ ആ സാഹചര്യം കൊണ്ടുവന്ന് നിർത്തിയത് നടുക്കാണ്. നടുക്ക്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ചിലപ്പോൾ കടബാധ്യത കാണും, ഇന്ന് പ്രശ്നങ്ങൾ കാണും, ഇന്ന് അസ്വസ്ഥത കാണും, ചില തകർച്ചകൾ നിങ്ങളെ വേട്ടയാടുന്നുണ്ടാകും, ചില പ്രതിസന്ധികളെ ഓർത്ത് നാളെക്കുറിച്ച് ഇപ്പോൾ ഉള്ളുലയുന്നുണ്ടാകും. സാരമില്ല, ആ പ്രശ്നങ്ങളൊക്കെ നിന്നെ ഇന്ന് എത്തിച്ചത് ദൈവത്തിൻ്റെ മുമ്പിലാണെങ്കിൽ ദൈവാനുഗ്രഹത്തിൻ്റെ ഒത്ത നടുക്ക് നീ ജീവിക്കാൻ തുടങ്ങും. ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. ഒരു കല്ല് നിന്റെ മേത്ത് വീഴില്ല കേട്ടോ. നിന്റെ തകർച്ച ആഗ്രഹിക്കുന്നവരും ചിലർ പറയും, നീ സ്ഥലം വിൽക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല, നിന്റെ കൊച്ചിൻ്റെ കല്യാണം നടത്താൻ സമ്മതിക്കുകയില്ല, ഓയ്യോ എങ്ങനെ ജീവിക്കാൻ ഒരിക്കലും അനുവദിക്കുകയില്ലെന്ന്. എന്തു ചെയ്യാനാ? ആരുടെ നാവ് സൂചി നൂലുവിട്ട് തുന്നിക്കെട്ടാൻ നമുക്ക് പറ്റത്തില്ല. അയ്യോ എന്നെക്കുറിച്ചൊന്നും പറയല്ലേ എന്ന് പറയാൻ പറ്റത്തില്ല. അതിനനുസരിച്ച് ആളുകളുടെ വീര്യം കൂടിക്കൊണ്ടിരിക്കും. നീ ദൈവസന്നിധിയിൽ നിൽക്ക്. നിന്റെ പ്രശ്നങ്ങൾ ഓരോന്നായി മാറുന്നത് നീ കാണും. കല്ലുകൾ നിലത്തിട്ട് ഓരോരുത്തർ അങ്ങ് പോയിന്ന്. ഓ അങ്ങനൊന്നും അല്ലായിരുന്നല്ലോ ചാടിക്കറി വന്നത്, അങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞു വന്നത്, ഇപ്പം തീർക്കും ഇപ്പം തകർക്കും എന്നാ പറഞ്ഞാൽ വന്നത്. പക്ഷെ വെല്ലുവിളിച്ച പ്രശ്നങ്ങൾ ഓരോന്നോരോന്ന് പോയി. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓരോന്നോരോന്ന് അകന്നു പോകുന്ന ദിവസമായത്. നീ ഓരോ വിധത്തിൽ ഓരോ പടി അനുഗ്രഹിക്കപ്പെടുന്ന സമയമാണ്. കണ്ണുകളെ ഒന്ന് അടച്ച് ഒന്ന് വിശ്വാസത്തോടെ ഒരു നിമിഷം നിന്നേ. നിനക്കുമേൽ ദൈവം അയക്കുന്ന ഒരു വിടുതൽ നീ കാണാൻ പോവുകയാണ്. നിന്റെ മേൽ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? എന്തിനാ വണ്ടി കയറി ഇങ്ങനെ പോകുന്നത്? എന്തിനാ ട്രെയിൻ കയറി ഇനി വയനാട്ടിലേക്ക് പോകുന്ന ഒരു കുഴപ്പം കൂടെ ഉള്ളൂ. ഓ നിങ്ങൾ കുറെ ഓടാൻ തുടങ്ങിയതല്ലേ. നിങ്ങളെ വിമർശിക്കുന്നവർ നീ അനുഗ്രഹിക്കപ്പെടുന്നത് കാണണം. നിങ്ങളെ കളിയാക്കിയവർ നീ രക്ഷപ്പെടുന്നത് കാണണം. സത്യം പറഞ്ഞാൽ ഈ ആലയത്തിൽ വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വണ്ടിയെ കയറുമ്പോൾ ടെൻഷനാ, വേണ്ട വേണ്ടെന്ന് തോന്നും. വണ്ടിയെ കയറണ്ട, പോകണ്ട, ഇവിടെ ബസ് ഇറങ്ങി എങ്ങനെ വരും, ഭയങ്കര ബുദ്ധി. പക്ഷെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൈവാനുഗ്രഹത്തിലേക്ക് കയറാൻ തുടങ്ങും. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് ഈ വർഷത്തിൻ്റെ അവസാനം പ്രാർത്ഥിക്കുമ്പോൾ, അടുത്ത വർഷം ഉണ്ടല്ലോ, ജനുവരി 1, 2, 3 ദിവസം, അടുത്ത ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങൾ നിയോഗ പ്രാർത്ഥനയാണ്. ഞങ്ങൾ കുറച്ചു പേർ നിങ്ങൾക്ക് വേണ്ടി ഒരു നേരം ഭക്ഷണം ഉപേക്ഷിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 2025 ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഈ 3 കാര്യങ്ങൾ ഈ വർഷം നടന്നു കിട്ടണം. അങ്ങനെ ഒന്ന് മനസ്സിൽ കാണാം. ഒരു 3 കാര്യങ്ങൾ നടന്നു കിട്ടണമെന്ന് മനസ്സിൽ കണ്ടേ. അത് ദൈവം എനിക്ക് എങ്ങനെയും നടന്നാൽ പോരാ, എന്തെങ്കിലും നടന്നു കിട്ടിയാൽ പോരാ, ദൈവാനുഗ്രഹത്തിൽ അത് നടന്നു കിട്ടണം. ആ വിസ എനിക്ക് ശരിയാകണം, ആ ജോലി എനിക്ക് കിട്ടണം, എനിക്കൊരു തലമുറ ഉണ്ടാകണം, എൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ മാറണം, എൻ്റെ മകൻ്റെ വിവാഹം നടക്കണം, എൻ്റെ മകളുടെ വിവാഹം നടക്കണം, എൻ്റെ ഇന്നുവരെ എന്നെ തകർക്കുമെന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ ഓരോന്നായി മാറണം, എനിക്കൊരു നല്ല ജീവിതം നയിക്കണം, ഈ മദ്യപാന മയക്കുമരുന്ന് ലഹരിക്ക് അടിമപ്പെട്ട ബന്ധങ്ങൾ മാറണം, ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണം. ആഗ്രഹിച്ച് പോരാ, നല്ലതുപോലെ ആഗ്രഹിച്ച് ആ 2 കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ചേർന്ന് ശബ്ദം ഉയർത്തി സ്തുതിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ചേർന്ന് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ജീസസ് ഹല്ലേലൂയ. ആ കരങ്ങൾ അടിച്ചൊന്ന് ചേർന്ന് പാടാമോ? ചേർന്ന് പാടാമോ? ഇത്ര നല്ലവനാം പ്രിയനേ, ഇതരയിൽ രുചിച്ചറിവാ. ഇത്ര നല്ലവനാം പ്രിയനേ, ഇതരയിൽ രുചിച്ചറിവാ. ഇടയായതിനാലൊടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. ഇടയായതിനാലൊടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. ഇത്ര നല്ലവനാ പ്രിയനേ, വിശ്വസിച്ച് ഇതരയിൽ രുചിച്ചറിവാ. ഇത്ര നല്ലവനാം പ്രിയനേ, ഇതരയിൽ രുചിച്ചറിവാ. ഇടയായതിനാലൊടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. ഇടയായതിനാലൊടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും
ചേർന്ന് പാടാമോ? എന്റെ സംഗീതവും ബലവും ഏറ്റവും അടുത്ത തുണയും ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും ദൈവമത്രേ. പറഞ്ഞു ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും ദൈവം. ഒരിക്കൽ കൂടി പറഞ്ഞു. ഏതൊരാപത്തിലും ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും ദൈവമത്രേ. ഇത്ര നല്ലവനാ നല്ലവനാ പ്രിയനേ, വിശ്വസിക്കുന്നു. ഇത്ര നല്ലവനാ പ്രിയനേ, ഈ ധരയിൽ രുചിച്ചറിവാ. ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ. അഭരമുയർത്തി ഒന്ന് ശബ്ദമുയർത്തി സ്തുതിക്കുന്നു. ജീസസ് ഹല്ലേലൂയ ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും ദൈവമത്രേ. ഒന്ന് പറഞ്ഞ ആ വാക്ക്. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും ദൈവമത്രേ. ആമേൻ ആമേൻ. വിശ്വസിക്കുന്നു. ഇനി ഒരു കാര്യം ഞങ്ങൾ അറിയിക്കുന്നത്, അടുത്ത വെള്ളിയാഴ്ച ആദ്യ വെള്ളിയാഴ്ച മാത്രമല്ല, 2025 എന്ന വർഷത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങൾ, ആ വർഷത്തിൻ്റെ ആദ്യ 3 ദിവസങ്ങൾ നിങ്ങളല്ല, ഞങ്ങൾ ചില ആളുകൾ ഉപവാസത്തോടെ ആ 3 ദിവസം പ്രാർത്ഥിക്കുവാണ്. വ്യാഴാഴ്ചയും പ്രാർത്ഥനയുണ്ട്, വെള്ളിയാഴ്ചയും പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ഒരു കാര്യം ഓർക്കുന്നത്, എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം ഇങ്ങനെയാണ്. 2025 എന്ന വർഷത്തിൽ 3 ദൈവാനുഗ്രഹത്തിൻ്റെ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ആ ഒരു വർഷം നടക്കണം. അത് മനസ്സിൽ കാണുക. ഇനി നിങ്ങൾ വരുന്നവരുണ്ടെങ്കിൽ അതെഴുതി കൊണ്ടുവരിക. നമുക്കിതുപോലെ തന്നെ അൾത്താരയിൽ വെച്ച് ഒരു വർഷം ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അത് ഒരു വിധത്തിലല്ലേ മറ്റൊരു വിധത്തിൽ നിങ്ങൾക്കത് വലിയൊരു അനുഗ്രഹമായിട്ട് മാറാൻ തുടങ്ങും. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ആരാധനയിലേക്ക് പ്രവേശിക്കാം. നമുക്ക് ആരാധനയുടേതായ ഗാനം ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നിയോഗങ്ങളെല്ലാം ഏൽപ്പിച്ചു കൊടുത്ത് നമ്മുടെ സങ്കടങ്ങളെ ഭാരങ്ങളെല്ലാം യേശുവിൻ്റെ തിരുസന്നിധിയിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ നമുക്ക് പാടി മഹത്വപ്പെടുത്തി ആരാധിക്കാം. ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനാ മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ ഏഴുവിളക്കിൻ നടുവിൽ എല്ലാവരും ശോഭപൂർണനാ ചേർന്ന് പാടിക്കേ. മാറത്തു പൊൻകച്ച യേശുവിന്റെ കരങ്ങളിലേക്ക് കൈകൾ നീട്ടിക്കൊണ്ട് കാണുന്നേശുവേ നിയോഗങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആദ്യനും ചേർന്ന് വിശ്വാസത്തോടെ അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ചേർന്ന് വിശ്വാസത്തോടെ ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. പരിശുദ്ധ
പരമദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അല്പനേരം നമ്മൾ ഇന്ന് പേര് കൊടുത്തിട്ടുള്ള ഓരോരുത്തരുടെ നിയോഗത്തെ ഈ അൾത്താരയിൽ ഏൽപ്പിച്ച് കൊടുത്ത് പ്രാർത്ഥിക്കുവാണ്. ഒരുപക്ഷെ നിങ്ങളുടെ നിയോഗം ഈ അൾത്താരയിൽ കാണും. നിങ്ങളുടെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന ഇവിടെയുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. മറുപടിയായി പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ശുശ്രൂഷകരൊക്കെയും പറയണം, കർത്താവേ ഇവരെ അനുഗ്രഹിക്കണേന്ന്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്നൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, ഇന്ന് നിയോഗത്തിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആ കൽക്കുരിശിൻ്റെ മുമ്പിൽ ക്യൂ നിന്ന് വരിവരിയായി നിന്ന് സമയമെടുത്ത് ആ പേര് കൊടുത്ത ഓരോ വ്യക്തികൾ, കർത്താവെ, ഞങ്ങൾ ഒത്തിരി ത്യാഗത്തോടെ ആ പേര് ഇവിടെ വായിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾ ആരുടെ പേരുകൾ വായിക്കുന്നു ആ സമയം തന്നെ ആ വ്യക്തിയുടെ മേലെ ഒരു അനുഗ്രഹത്തെ അങ്ങിപ്പോൾ പകരണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുവാണ്. ക്രിസ്റ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബാബുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിൻസെന്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷിജിലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആൽവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോഷിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റിച്ചാർഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഉലഹന്നാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബെന്നിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അർണോഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനുപമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോസഫിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബേസിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഏലിയാമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബിന്ദുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മേരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഡാൽവിനായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കാർമലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സോജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രിൻസ് മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിഫിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എയാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സുധാകരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ചിത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കോളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മേബിളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റബേക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഫ്രാൻസിസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോഷ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷെൽമിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബിബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കൃഷ്ണദാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആൽബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മെൽബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബിനിറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആന്റണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവിൻ ബൈജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സനിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷിജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷിനോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആൽവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിയായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സ്നേഹയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ടിൻഡുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സൂസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിയായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കിച്ചുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോൺസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബെന്നിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റോജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റയാനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആൽബർട്ടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഡയസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അഞ്ജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മിഥിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അരുണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സോന മരിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബോബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആര്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഫിലിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോയ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലിയാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അഞ്ജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രീതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റാണിമോളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നെബിൻ മരിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മേബിൾ ബെന്നിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മിഥുന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഫ്രൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സ്നേഹയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സോളമന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷാജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പോളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അഗസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സലീം അഗസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എൽബ മരിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജെസ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആൽവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റോബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അൽഫോൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സിജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രാജേഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഖാദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രവീൺ രാജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പാപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സിസിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷൈജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നക്ഷത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഫിലോമിനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കർലോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഗീതുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആൻമരിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദിയാഷറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മെർലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഐലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റൂബന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മനോഹരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷിനോ കുമാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷിജോ കുമാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സ്റ്റെല്ല മേരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആന്റണി ലിയോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നവീന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഏബലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രയോ ജെയിംസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഫിലോമിനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആൻമരിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദിൽ മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദിബിൻ മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഫാണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മിനിക്ക് വേണ്ടി
വേണ്ടി പ്രാർത്ഥിക്കുന്നു, ചിന്നുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജിതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സെബാസ്റ്റ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബോണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലിയോ പീറ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അജിൻ ജോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സോബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷേർലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആഗ്നസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബെന്നിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അഭിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആൽബർട്ടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റോഷ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റോഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റിയായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റോഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലിജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എയ്ഡന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജനീറ്റയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബ്രസല്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റോസലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അന്തോണി യേശുദാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആഷ്ലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത്രയും നിയോഗത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു നിമിഷം എല്ലാവരും കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾ എല്ലാവരും ചേർന്ന് ശബ്ദമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത്രയും പേരുടെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അത്ഭുതം പ്രവർത്തിക്കുന്ന കരം ഈ ജനത്തിന് വേണ്ടി നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ നിയോഗത്തെ അങ്ങ് സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പാടാമോ കരമടിച്ച്? നിയോഗ പ്രാർത്ഥനയിൽ യേശു എന്റെ സ്ഥിതി മാറ്റിടുന്നു. ചെന്ന് പറയാമോ? പ്രാർത്ഥനയിൽ യേശു എന്റെ സ്ഥിതി മാറ്റിടുന്നു. പുതിയൊരു വഴി എനിക്കൊരുക്കിടുമേ, വാതിലുകൾ എനിക്കായി തുറന്നിടുമേ. പുതിയൊരു വഴി എനിക്കൊരുക്കിടുമേ, വാതിലുകൾ എനിക്കായി തുറന്നിടുമേ. എന്നെ അനുഗ്രഹമായി മാറ്റിടുമേ, ഞാൻ അനുഗ്രഹം പ്രാപിച്ചിടുമേ. എന്നെ അനുഗ്രഹമായി മാറ്റിടുമേ, ഞാൻ അനുഗ്രഹം പ്രാപിച്ചിടുമേ. അതുകൊണ്ട് കരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടിടും. എന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടിടും. എന്റെ യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ അനുഗ്രഹിക്കണമേ എന്നുള്ള മറുപടി എല്ലാ ശുശ്രൂഷകരും ശബ്ദമുയർത്തി ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുവാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഏഞ്ചലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിനോജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോയൽ ജോസഫിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റൊണാൾഡോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജെയിംസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലൈസമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഗോഡ്ലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അന്ന മരിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മറിയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലിജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലെസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നോബലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഡയാനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആൽബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എലിസബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രാഹുലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആൽബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആയിരയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മേരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സെലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അഭിനവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അന്ന മേരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനഘയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബെറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഗ്രേസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ശീതളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആൻഡ്രിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിൽസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനൂപിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജീവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഗ്രേസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അമൽ രാജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മോളി രാജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആശാ ജോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജെസ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അഞ്ജു സണ്ണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രബിയായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബിന്ദുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലൈലമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സുബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷാജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അജിസണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലിയോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലിയോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബബിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിവേദയ്ക്ക്
പ്രിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജയശ്രീക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിയതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദിനേശന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജിജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റിൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റിജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഡൊമിനിക്കിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷീബയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നെൽസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റോണ ജോസഫിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തങ്കച്ചന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സിസ്റ്റർ പ്രിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇസ്മരിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഏലിയാമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മേരി ദാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആരോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മേരി സ്വപ്നയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലില്ലി ആന്റണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബിജു തോമസിന് വേണ്ടി, ജോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മേരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഡോളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോയലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആൻജലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആൻഡ്രിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സുനിൽ മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രകാശിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജിനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റോബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റിയായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ക്രിസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോസ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജിയോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷോളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അമ്മുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുഞ്ഞമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജൂലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഡെൽമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിനീഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സ്നേഹയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജെസ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അഞ്ജനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷീജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മാർഗരറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോയ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആൻമരിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോയ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സനീഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനിറ്റയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലാലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഡെറിക്കിനോട് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എമൽ മരിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോമോളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബേസിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മോളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജെസ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റോയിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഫാദർ മിഥുന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോയലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജുവൽ മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഡോക്ടർ മിഥുന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലയന ജോസഫിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഡോക്ടർ ലിജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലിയായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അൽജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആൻഡോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അർഷ്ലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനീഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷൈനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലിഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നീനു ജോസഫിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോമോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അരുണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ചാൾസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അൽഫീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത്രയും പേരെ ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ഒരിക്കൽ കൂടി ആയിരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നുകൊണ്ട് കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ശബ്ദമുയർത്തി ഏൽപ്പിച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ഏൽപ്പിച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചേർന്ന് പാടാം. നിയോഗ പ്രാർത്ഥനയിൽ യേശു എന്റെ സ്ഥിതി മാറ്റിടുന്നു. നിയോഗ പ്രാർത്ഥനയിൽ യേശു എന്റെ സ്ഥിതി മാറ്റിടുന്നു. പുതിയൊരു വഴി എനിക്കൊരുക്കിടുമേ, വാതിലുകൾ എനിക്കായി തുറന്നിടുമേ. പുതിയൊരു വഴി എനിക്കൊരുക്കിടുമേ, വാതിലുകൾ എനിക്കായി തുറന്നിടുമേ. എന്നെ അനുഗ്രഹമായി മാറ്റിടുമേ, ഞാൻ അനുഗ്രഹം പ്രാപിച്ചിടുമേ. എന്നെ അനുഗ്രഹമായി മാറ്റിടുമേ, ഞാൻ അനുഗ്രഹം പ്രാപിച്ചിടുമേ. ഹല്ലേലൂയാ 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 പാടിടും. ഹല്ലേലൂയാ 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 പാടിടും. എന്റെ യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. കർത്താവ് ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അൾത്താരയിൽ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പേരുകൾ വച്ചിട്ടുണ്ട്. പലവിധ പരീക്ഷകളിലുള്ളവർ, പലവിധ ജീവിതാനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഒരു നിമിഷം നിങ്ങളെല്ലാവരും പ്രിയപ്പെട്ടവരെ കരങ്ങളൊന്ന് ഉയർത്തി കമഴ്ത്തിപ്പിടിക്കാമോ? ഈ അനുഗ്രഹം എന്ന പുണ്യസ്ഥലത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പേരുകൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ 1000 പേരുടെ പ്രാർത്ഥനയാ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നത്. 1000 പേരുടെ അനുഗ്രഹമാണ് ലഭിക്കുന്നത്. ദൈവാരാധനയുള്ള കഴിവുള്ള മിടുക്കരായൊരു തലമുറ എഴുന്നേറ്റ് വരണം.
നാളുകൾ അവരുടെ ജീവിതം ഒരു അത്ഭുതമായി മാറും. ഇവിടെ ഇന്ന് വായിച്ച ഓരോ പേരുകളെ ഒന്ന് ഓർക്കുന്നു. ഇവിടെ ഇന്ന് നിയോഗത്തിൽ പേരുകൾ സമർപ്പിച്ചവർ, നിയോഗ കൗണ്ടറിൽ പേര് കൊടുത്തവർ, എഴുതിയിട്ടവർ, കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കുരിശിൽ എഴുതി പ്രാർത്ഥിച്ചവർ, എണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ചവർ, സകലരെയും ഒന്ന് ഓർക്കുകയാണ്. സകലരെയും ഒരാളെ പോലും വിട്ട് മാറ്റി നിർത്താതെ സകലരെയും ഓർത്തുകൊണ്ട് ആ കരങ്ങളെ ഉയർത്തി ഒരു നിമിഷം എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. ഇപ്പോൾ ചില അത്ഭുതങ്ങൾ നടക്കണമേ, ഇപ്പോൾ ചില അടയാളങ്ങൾ സംഭവിക്കണമേ, ഇപ്പോൾ ചില അത്ഭുത പ്രവർത്തികൾ സംഭവിക്കണമേ, ഇപ്പോൾ ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ സംഭവിക്കണമേ, ചില വിടുതലുകൾ സംഭവിക്കണമേ, ചില അത്ഭുത വിടുതലുകൾ സംഭവിക്കണമേ, ചില ദൈവശക്തി വെളിപ്പെടണമേ, അനുഗ്രഹമുള്ള ഒരു തലമുറ എഴുന്നേൽക്കണമേ, രോഗ സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ, തിന്മയുടെ സ്വാധീനങ്ങൾ വിട്ടുമാറട്ടെ, ശക്തി വെളിപ്പെടട്ടെ. ഉയർത്തി സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ഇപ്പോൾ നിങ്ങളുടെ കരങ്ങളിൽ നിയോഗ കൊന്തയുണ്ടെങ്കിൽ ഒന്ന് കയ്യിലെടുക്കാം. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ആരൊക്കെയാണോ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്, ഞങ്ങളൊരു കുടുംബമായി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാണ്. എല്ലാവരെയും കണ്ണുകൾ അടച്ച് 2025 ഒരു 3 നിയോഗം മനസ്സിൽ കണ്ടേ. 2025 എന്ന പുതിയ വർഷത്തിൽ എനിക്കൊരു നല്ല വീട് വേണം, എനിക്ക് നല്ലൊരു ജോലി വേണം, എനിക്ക് നന്നായിട്ടൊന്ന് ജീവിക്കാൻ പറ്റണം, എൻ്റെ മനസ്സിൻ്റെ പ്രയാസമൊക്കെ മാറി എനിക്ക് സ്വസ്ഥത വേണം, എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. ഇതൊക്കെ നിയോഗങ്ങളാണ്. എൻ്റെ ആ ബാങ്കിലെ കടമെല്ലാം ഒന്ന് മാറിയായിരുന്നെങ്കിൽ, ഒരു മരുന്ന് കഴിയുമ്പോൾ അടുത്ത മരുന്ന്, ഈ മരുന്ന് കഴിക്കുന്ന രീതി തന്നെ ആരോഗ്യമൊരു ശരീരം ഉണ്ടായിരുന്നു, എൻ്റെ കുടുംബത്തിനകത്തൊരു ഐക്യം ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ കുഞ്ഞുങ്ങളൊന്ന് അനുഗ്രഹിക്കപ്പെട്ടിരുന്നെങ്കിൽ, ഈ രോഗം സൗഖ്യമായിരുന്നെങ്കിൽ, ആ ജോലിയിലെ ടെൻഷനൊന്നും മാറിയിരുന്നെങ്കിൽ, സകലതും മനസ്സിൽ കണ്ട് ഒരു കരമാ നിയോഗ കൊന്തയോടൊപ്പം ഒന്ന് ഉയർത്തിപ്പിടിച്ച് 4 പ്രാവശ്യം നിയോഗ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുവാണ്. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങിന്ന് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും എല്ലാ പൈശാചിക ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. ഒന്നുറക്കെ പറഞ്ഞേ ആമേൻ, ആമേൻ. എല്ലാവരും ഒരു നിമിഷം നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കട്ടെ. ഞങ്ങളെല്ലാവരും ഈ പറയുന്ന വചനം ഒന്ന് കേൾക്കാമോ? നിയമാവർത്തന പുസ്തകം 34 അധ്യായം 9 വാക്യമാണ്. നോനിൻ്റെ പുത്രനായ ജോഷുവ ജ്ഞാനത്തിൻ്റെ ആത്മാവിനാൽ പൂരിതനായിരുന്നു. ആരാണ്? നോനിൻ്റെ പുത്രനായ ജോഷുവ ജ്ഞാനത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞിരുന്നു. എന്തെന്നാൽ മോശ അവൻ്റെ മേൽ കൈകൾ വച്ചിരുന്നു. മോശ ദൈവത്താൽ നിയമിക്കപ്പെട്ട ഒരാളാണ്. അപ്പോൾ മോശ എപ്പോഴും നൂനിൻ്റെ പുത്രനായ ജോഷുവയുടെ ശിരസിൽ കരങ്ങൾ വച്ച് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ അതാണ് ആ മനുഷ്യൻ ആത്മാവിനാൽ നിറയാൻ കാരണമായത്. ഹല്ലേലൂയ. ഒന്നുകൂടെ വായിക്കാം. നൂനിൻ്റെ പുത്രനായ ജോഷുവ ജ്ഞാനത്തിൻ്റെ ആത്മാവിനാൽ പൂരിതനായിരുന്നു. കാരണം മോശ അവൻ്റെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഇസ്രായേൽ ജനം അവൻ്റെ വാക്ക് കേൾക്കുകയും കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ, അതായത്
കൈവച്ചുള്ളൊരു പ്രാർത്ഥന അത് വേറൊരാളെ അനുഗ്രഹത്തിലേക്ക് നയിക്കുമെന്ന് എഴുതിയിരിക്കുന്നത്. ഒന്നും കൂടെ കേൾക്കണം. നൂനിൻ്റെ പുത്രനായ ജോഷുവ ജ്ഞാനത്തിൻ്റെ അഭിഷേകമുള്ളവനായിരുന്നു. കാരണം മോശ അവൻ്റെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. പ്രിയപ്പെട്ട, ഒരു പ്രാർത്ഥന ഒരു സെക്കൻഡായിരിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ചവൻ എന്നാ പറഞ്ഞു എന്നുള്ളതല്ല. എൻ്റെ മനസ്സിൽ ഞാൻ കാണുവാണ്, ഈ മനുഷ്യൻ എൻ്റെ തലേ കൈവച്ച് പ്രാർത്ഥിക്കണം, എൻ്റെ കാര്യം അനുഗ്രഹമാകണേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ കരങ്ങളെ ദൈവ കരങ്ങളാക്കി മാറ്റണമെന്നാണ്. ഞങ്ങൾ സാധാരണക്കാരും നിസ്സാരരും പാപികളും കൊള്ളാത്തവരുമാണ്, ചെളിയും മണ്ണും ചാരവുമാണ്. പക്ഷെ ഞങ്ങളുടെ കരങ്ങളെ ദൈവമേ, ഈ മനുഷ്യൻ സങ്കടത്തോടെ നിൽക്കുന്ന ഈ അപ്പച്ചൻ്റെ ഈ അമ്മയുടെ ശിരസിൽ കരങ്ങൾ വയ്ക്കുമ്പോൾ അത് ആ വ്യക്തിക്ക് അതൊരു അനുഗ്രഹമാകണം. 2025 എന്ന പുതിയ വർഷം അനുഗ്രഹയിൽ നിന്നുകൊണ്ട് ഒരു 3 നിയോഗം മനസ്സിലോർക്ക്. അടുത്ത വെള്ളിയാഴ്ച നടന്നു കിട്ടുമെന്ന് പറയാനല്ല, ഈ വർഷം തീരുന്നതിന് മുമ്പ് അത് അനുഗ്രഹമായി എൻ്റെ വീട്ടിൽ വരണം. അത് ദൈവത്തോടല്ലാതെ നമുക്ക് ആരോടാ പറയാൻ പറ്റുക? ദൈവത്തോടല്ലാതെ ആരോടാ എൻ്റെ സങ്കടം പറയാൻ പറ്റുക? മനുഷ്യരോടോ നാട്ടുകാരോടോ? അവൻ കൂവിച്ചിരിക്കും, അവൻ കളിയാക്കിച്ചിരിക്കും, അവൻ ചിലപ്പോൾ നാക്ക് കെട്ടി നമ്മളെ കൊഞ്ഞനം കുത്തി കാണിക്കും. പക്ഷെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ എൻ്റെ ആവശ്യങ്ങളെ ഞാൻ പറയുവാണ്. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ നാമത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. അടുത്ത ജനുവരി 1, 2, 3 ഇന്ത്യൻ സമയം 5:30 നിയോഗ പ്രാർത്ഥനയുണ്ട്. 3 ദിവസം ഈ വർഷം മുഴുവൻ പ്രാർത്ഥിച്ച് കിട്ടാനുള്ള അനുഗ്രഹത്തെ വെച്ച് പ്രാർത്ഥിക്കുവാണ്. ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കുവാണ്. നിങ്ങൾ പാസ്പോർട്ടുമായി വന്നിട്ടുള്ളവരുണ്ടാവും, ഒന്ന് കയ്യിലെടുക്കാമോ? എന്നിട്ട് നിങ്ങൾ വിശ്വാസത്തോടെ പറ, ഇതിനകത്ത് ഞാൻ ദൈവപ്രവർത്തികൾ കാണും. ഇതിനകത്ത് ഞാൻ എനിക്ക് എൻ്റെ വിജയത്തിനുള്ളൊരു നന്മ ഇതിനകത്ത് വെളിപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ജീവിതത്തിൽ പിടിച്ചു കയറാൻ ഒരു പിടിവള്ളി ദൈവം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുന്നു, വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട സോജനച്ചനാകട്ടെ, ഞാനാകട്ടെ, നിങ്ങളുടെ ശിരസിൽ കരങ്ങൾ വയ്ക്കുന്ന 1 സെക്കൻഡായിരിക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാ നിയോഗത്തെ, ദൈവമേ, ഈ മനുഷ്യൻ്റെ പ്രാർത്ഥന എനിക്ക് അനുഗ്രഹമാകണമെന്ന് പറഞ്ഞിട്ട് വേണം പോകാൻ. 2024 എന്ന വർഷത്തിൻ്റെ അനുഗ്രഹമുള്ളൊരു വർഷം, ആയുസ്സും ആരോഗ്യവും സന്തോഷവും ഒക്കെ നൽകിയ വർഷം, ശുശ്രൂഷകർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച വർഷം, ശുശ്രൂഷകർ സഹകരിച്ച വർഷം എല്ലാം അനുഗ്രഹമായിരുന്നു. തിരക്കെല്ലാം ഒന്ന് മാറ്റി വെച്ച് അൽത്താരയിലേക്ക് നോക്കിക്കേ. പരിശുദ്ധ കുർബാന എടുത്തുയർത്തി ആശീർവദിക്കട്ടെ. നിങ്ങൾ ഇവിടെ നിന്ന് യാത്ര ചെയ്ത് തിരുവനന്തപുരം പോകാൻ, ബാംഗ്ലൂർ പോകാൻ ഒക്കെ ആൾക്കാരുണ്ട്. നിങ്ങളുടെ യാത്ര സുരക്ഷിതമായിരിക്കട്ടെ. നിങ്ങളുടെ യാത്ര സുരക്ഷിതമായിരിക്കട്ടെ. നിങ്ങൾ വീടെത്തുന്നത് വരെ നിങ്ങളുടെ വാഹനത്തെ എല്ലാം ദൈവം പ്രത്യേകം സംരക്ഷിക്കട്ടെ. നന്മയുണ്ടാകട്ടെ. നിങ്ങളുടെ ശിരസിൽ കരങ്ങൾ വയ്ക്കുമ്പോൾ ആ വചനം ഓർത്ത് ഞാനും സോജനച്ചനും പ്രാർത്ഥിക്കുവാണ്. നൂനിൻ്റെ മകനായ ജോഷുവയുടെ ശിരസിൽ മോശ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചതിനാൽ ആ വ്യക്തി അനുഗ്രഹത്താൽ നിറഞ്ഞുകൊണ്ടിരുന്നു. കർത്താവ്, ഞങ്ങൾ പാപികളും നിസ്സാരരുമാണ്. ഞങ്ങളിതാ ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുതം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല.